ഫഹനാവവതു ഫഹനൗ ഭുനക്തു ഫഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഭൂമാനന്ദസ്വാമിയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സത്സംഗവേദിയിൽ കഴിഞ്ഞ മുമ്പത്തെ മാസം ഒരു ദിവസം ഇതേപോലെ ഇരുപത്തിയൊമ്പതാം അധ്യായത്തിലെ ചതുർത്ഥ സ്കന്ധം പുരഞ്ജനോപഖ്യാനത്തിൻ്റെ കഥയിൽ വെച്ച് രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് നാരദൻ പറയുന്ന സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മളന്ന് തുടങ്ങി വെച്ചത്. ഞങ്ങളോടൊപ്പം ഞാനും കൂടി പഠിക്കുകയാണ്. ഫഹനാവവതു ഫഹനവു ഭുനക്തു ഫഹ വീര്യം കരവാവഹൈ എന്നാണ്. നമ്മളൊന്നിച്ചാണ് പഠിക്കുന്നത്, പഠിപ്പിൻ്റെ അനുഭവം പങ്കിടുന്നത്, അതുകൊണ്ട് തേജസ്വികളായിത്തീരുന്നതും ഒന്നിച്ചാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, നിങ്ങളാണിതൊക്കെ അനുഭവിക്കുന്നില്ല. ഞാൻ എന്തൊക്കെ പറയുന്നുവോ അതിൻ്റെ അനുഭവം ആർക്കുണ്ട്? എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പുണ്യകർമ്മമാണ് എന്ന് വിചാരിക്കാൻ കാരണം. നിങ്ങൾക്ക് കിട്ടുന്ന അതേ അനുഭൂതികൾ എനിക്കും ഇതുകൊണ്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു വിചാരം ഇതിനകത്ത് ഇല്ല. ഒന്നിച്ച് പഠിക്കുന്നു. അതാണ് ഫഹ നൗ അവതു. നമ്മൾ ഒന്നിച്ചാണ് ഈ പഠിപ്പ് കൊണ്ട് രക്ഷ പ്രാപിക്കുന്നത്. ഫഹ നൗ ഭുനക്തു. നമ്മൾ ഒന്നിച്ചിട്ടാണ് ഇത് അനുഭവിക്കുന്നത്. ഫഹ വീര്യം കരവാവഹൈ. ഈ അറിവ് കൊണ്ടുള്ള വീര്യവും നമുക്ക് ഒന്നിച്ചാണ്. വീര്യം വെച്ച ബലം. അറിവ് നേടുന്നത് എന്തിനാണ്? ദൗർബല്യം ഇല്ലാതാക്കി ബലം നേടാനാണ്. ഈ ബലവും നമുക്ക് ഒന്നിച്ചാണ്. ഒരാൾക്ക് മാത്രമല്ല ഈ ബലം, രണ്ടുപേർക്കും ഒരുമിച്ചാണ്. തേജസ്വി നൗ അധീതമസ്തു. നമ്മൾ രണ്ടുപേരും തേജസ്വികളായി തീരട്ടെ. അറിവിൻ്റെ തേജസ് നിങ്ങളിലും വേണം, എന്നിലും ഉണ്ടാവണം. ഇത്രയും ഉള്ളതുകൊണ്ട് പരസ്പരം മാ വിദ്വിഷാവഹൈ എന്നുണ്ടാവരുത്, വിദ്വേഷം ഉണ്ടാവരുത്. ഈ പ്രാർത്ഥനയോടെയാണ് ഭാരതീയർ ഏത് പാഠവും ആരംഭിക്കുന്നത്. ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഒന്നിച്ചേർന്ന് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് ആരംഭിച്ചത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം ഒരു പുണ്യമായ സുദിനമാണ് ഇന്ന് ഇങ്ങനെയുള്ള വിചാര സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4-5 ശ്ലോകം എടുത്തുന്നു അല്ലേ? 4. ഇനി നാനുഭൂതം അല്ലേ? അതാണ് നമ്മുടെ വിഷയം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം രാജാവിൻ്റെ ചോദ്യം അതാണ്. സൂക്ഷ്മ ശരീരമാണല്ലോ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. സ്ഥൂല ശരീരമാണ് ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് എല്ലാം അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം അത് ഈ സ്ഥൂല ശരീരം അഗ്നിഫൽക്കരിച്ചാൽ അല്ലെങ്കിൽ സംസ്കരിച്ചാൽ പിന്നെ അതില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് വാസനകളോടെ ഒരു പുനർജന്മം ഉണ്ടാകുന്നു എന്ന് പറയാൻ കാരണം എന്താണ് എന്നാണ് ചോദ്യം ചോദിച്ചത്. അതിന് 2 വിധത്തിലാണ് മറുപടി പറഞ്ഞത്. ഒന്നാമത്തെ മറുപടി ആദ്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേനാണ് തുടങ്ങി വെച്ചത്. രണ്ടാമത്തെ തുടങ്ങി വെച്ചാണ് മുമ്പിലത്തെ ശ്ലോകത്തിൽ എന്താണ് ഇങ്ങനെ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം 4 പ്രമാണം കൊണ്ടാണ് ഒരു വസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയുന്നത്. ആദ്യത്തെ പ്രത്യക്ഷമാണ്. പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയം കൊണ്ട് അറിയാൻ പറ്റുന്നത്. അക്ഷം പ്രതി പ്രത്യക്ഷം എന്നാണ്.
ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയുന്ന പ്രത്യക്ഷമാണ്. ശബ്ദം പ്രത്യക്ഷമാണ്, അതുപോലെ രൂപം പ്രത്യക്ഷമാണ്, വായു നമുക്ക് എന്താണ് മണം പ്രത്യക്ഷമാണ്, ഘ്രാണം പ്രത്യക്ഷമാണ്, സ്വാദുകൾ എന്താണ് പ്രത്യക്ഷമാണ്. അപ്പം ഇതെല്ലാം പ്രത്യക്ഷമാണ്. ഇങ്ങനെ പ്രത്യക്ഷമായി അറിയാൻ പറ്റാത്തതുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അറിയും? കാരണം പ്രത്യക്ഷമാവാത്ത ഒത്തിരി കാര്യമുണ്ടല്ലോ, നമുക്കത് അറിയാൻ പറ്റില്ല. അതിൽ ഒന്നാണ് മനസ്സ് എന്ന് പറയാൻ പോവുക. മനസ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നതാണോ മനസ്സ്? അല്ല. അപ്പം പ്രത്യക്ഷമല്ലാത്ത ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മനസ്സില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എല്ലാവർക്കും എന്തുണ്ട്? മനസ്സുണ്ട്, ഉറപ്പാണ്. ആരും പറയാറില്ല എനിക്ക് മനസ്സെന്നൊരു ഫാദർ ഇല്ല എന്നാരും പറയാറില്ല. എല്ലാ മനസ്സുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പിക്കുന്നത്, വിചാരിക്കുന്നത്, അറിയുന്നത്, സാധിക്കുന്നത്, സകലതും കാരണം അവിടെ മനസ്സാണ്. പക്ഷേ ഈ മനസ്സ് പ്രത്യക്ഷ പ്രമാണം കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? അടുത്ത പ്രമാണം എന്താണ്? അനുമാനം. രണ്ടാമത്തെ പ്രമാണം കൊണ്ട് എന്ത് ചെയ്യണം? ഊഹിച്ചെടുക്കണം. ഇങ്ങനെയൊന്ന് ഉണ്ട്, അത് വെറും ഊഹമല്ല, അത് പ്രമാണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സാക്ഷാത്കരിക്കണം. അതുകൊണ്ടാണ് അനുമീയതേ ചിത്തം ഉഭയൈഹി ഇന്ദ്രിയൈഹി ദൈഹി. അങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ ഈഹകളെ അനുമാന പ്രമാണം കൊണ്ടേ മാത്രമേ ഉണ്ടെന്ന് സാധിക്കാൻ പറ്റുള്ളൂ. അന്ധകരണങ്ങളൊക്കെ അങ്ങനെയാണ്. ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇത് നാലും ആർക്കെങ്കിലും നേരിട്ട് ഇന്ദ്രിയം കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഇതില്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ബുദ്ധിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇല്ലാണ്ട് വരില്ല. ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ബുദ്ധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ ചെവി കൊണ്ടോ ത്വക്കുകൊണ്ടോ കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റാത്തത് ഇല്ല എന്ന് പറയാറില്ലല്ലോ. അപ്പം എന്താണ്? നമുക്ക് ഇന്ദ്രിയ പ്രത്യക്ഷജന്യമല്ലാത്ത പലതും എന്തുണ്ട്? ഉണ്ട് എന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്നത്, ബോധ്യപ്പെടുന്ന അനുമാന പ്രമാണം കൊണ്ടാണ്. അപ്പം അനുമാനം കൊണ്ട് വേണം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ? സങ്കല്പിച്ചെടുക്കാൻ. അതിന് കർമ്മേന്ദ്രിയങ്ങൾ സദാസമയവും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? ചിലത് കാണാൻ പറ്റും, ചിലത് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത അദൃഷ്ടഫലങ്ങൾ പലപ്പോഴും ഓരോ കർമ്മത്തിനും ഉണ്ടാകും. ആ അദൃഷ്ടഫലങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? അനുഭവം കൊണ്ട് ഊഹിക്കാം. ഞാൻ ചെയ്തത് പുണ്യകർമ്മമാണോ പാപകർമ്മമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഫലം അനുഭവിക്കുമ്പോൾ അറിയാം അല്ലേ? ഞാൻ ചെയ്തതിൻ്റെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന്. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഈ അനുഭവം നമുക്ക് പ്രമാണമാണ്. ഞാൻ ചെയ്തത് എന്തിനെയാണ്? പാപം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ചെയ്തത് പുണ്യമാണ്. അപ്പോൾ ഈ പുണ്യവും പാപവും പ്രത്യക്ഷമാണോ? അല്ല. നോക്കൂ, എത്ര വിഷയങ്ങളാണ് നിത്യജീവിതത്തിൽ പ്രത്യക്ഷമല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അനുമാനം എന്നില്ലാത്തതാണെന്നോ അത് പ്രമാണമല്ലെന്നോ അത് സ്വീകരിക്കുന്നോ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂല ശരീരം നമുക്ക് എന്ത് ചെയ്യാം? കണ്ണുകൊണ്ട് കാണാം. ഇതിൻ്റെ അകത്തുള്ള സൂക്ഷ്മ ശരീരമോ അത് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അതിലാണ് ഇന്ദ്രിയങ്ങളുടെ ശക്തി മുഴുവൻ സൂക്ഷ്മ ശരീരത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ വിശ്രമസ്ഥാനം എവിടെയാണ്? സൂക്ഷ്മ ശരീരമാണ്. അവിടേക്കാണത് വിശ്രമിച്ച് അടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ആണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ വിശ്രമസ്ഥാനമായ ഒരു സൂക്ഷ്മ ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യണം? അനുമാന പ്രമാണം കൊണ്ട് സാക്ഷാത്കരിക്കാൻ പറ്റും. ഇല്ല എന്ന് പറയാൻ ആവില്ല. പ്രത്യക്ഷമല്ലാത്തത് ഇല്ല എന്ന് പറയാനാണെങ്കിൽ ഇതും പറയാം. അങ്ങനെയല്ലാത്ത എത്ര എണ്ണം മനസ്സ്, ബുദ്ധി, ചിത്തം, കാലം, ദിക്ക് അല്ലേ? ഇതൊന്നും പ്രത്യക്ഷമല്ല. അതുപോലെ അമൂർത്ത ദ്രവ്യങ്ങൾ, പഞ്ചഭൂതങ്ങളിൽ രണ്ടെണ്ണം അമൂർത്ത ദ്രവ്യങ്ങളാണ്. ആകാശവും വായു അല്ലേ? പൃഥ്വി, ജലം, തേജസ്, ഇത് ഒഴിച്ച് ബാക്കി രണ്ടെണ്ണം അമൂർത്ത ദ്രവ്യങ്ങളാണ്. കാരണം അതിന് ആകൃതി ഇല്ല.
ആകാശത്തിന് എന്തില്ല? ആകൃതിയില്ല. വായുവിന് എന്തില്ല? ആകൃതിയില്ല. അമൂർത്തമായ ദ്രവ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാതെ വന്നാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? ആകാശമില്ലെന്ന് പറയാൻ പറ്റുമോ? വായു ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം എന്തു ചെയ്യാണ്? അനുഭവം കൊണ്ടാണ് അവയെ നമ്മൾ അവിടെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അമൂർത്തദ്രവ്യങ്ങളും അദൃഷ്ടങ്ങളായ അനേകം വിഭവങ്ങളും നിലനിൽക്കെ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതേ പ്രമാണം കൊണ്ടാണ് ഈ സൂക്ഷ്മ ശരീരത്തെ ഉണ്ട് നിലനിൽക്കുന്നതാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭൗതിക ശരീരം നശിച്ചാലും ആ ഭൗതിക ശരീരത്തിൻ്റെ അകത്തുള്ള അന്ധഃകരണങ്ങളുടെ അംശം എന്താണ്? മനസ്സുമായി കൂടിച്ചേർന്ന് ലയിച്ച് സൂക്ഷ്മമായി ഒരു ശരീരമായി നമുക്ക് ഇന്ദ്രിയം കൊണ്ട് കാണാൻ പറ്റാത്ത ശരീരമായിട്ട് നിലനിൽക്കും. അങ്ങനെ എത്രയോ അദൃഷ്ട വസ്തുക്കൾ എവിടെയുണ്ട്? ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിന് നമ്മൾ വേണമെങ്കിൽ എന്താണ്? രോഗാണുക്കളുടെ അണുക്കൾ, അണുബാധ ഉണ്ടാകുന്നവരല്ലേ, അത് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല, ഇല്ലെന്ന് പറയാൻ പറ്റും. അണുബാധ ഉണ്ടെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൈക്രോസ്കോപ്പിൽ കൂടിയൊക്കെ മെനക്കെട്ട് ചിലത് കണ്ടുകിട്ടും, കണ്ടുകിട്ടാത്ത ഒന്നിൻ്റെ പുറകെയാണ് നമ്മൾ ഇപ്പം ഇത്രയും കാലം ഓടി നടന്നത്, അല്ലേ? 5 വർഷമായിട്ടും കണ്ടുകിട്ടാത്ത ഒരു അണുവിൻ്റെ പുറകെ എന്ത് ചെയ്തു? ഓടി നടന്നു. കണ്ടുകിട്ടിട്ട് വേണ്ടേ അതിന് പരിഹാരം നിശ്ചയിക്കാൻ. അപ്പം കാണാൻ പറ്റുന്നില്ല, പരിഹാരം ഉണ്ടാകുന്നില്ല. ഊഹിച്ച് ചില പരിഹാരങ്ങൾ നിശ്ചയിച്ചു, അതൊന്നും സഫലം ആയില്ല. അപ്പം ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി അണുക്കൾ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം. അത് സാക്ഷാത്കരിക്കാൻ ഋഷിമാരുടെ ഉപായം കണ്ടെത്തി. ജാല മരീച രശ്മി രേണു, ജനലിൽ കൂടി അകത്തേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശത്തിൽ കോടാനുകോടി പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്നതാണ്. ഈ സൂര്യപ്രകാശം മുറിക്കകത്തോട്ട് കടന്നില്ലെങ്കിൽ മുറിക്കകത്തൊന്നുമില്ല, അല്ലേ? ഒന്നുമില്ലാത്ത ശൂന്യമായത് മുറി. അതിന് ജനൽപ്പാളിയിൽ കൂടോ ചെറിയ സുഷിരത്തിൽ കൂടോ സൂര്യൻ്റെ രശ്മി അകത്തേക്ക് കടന്നു വന്നാൽ ആ ചെറിയ രശ്മിക്കകത്ത് എത്ര പൊടിപടലങ്ങൾ വട്ടം കറങ്ങും, അത്രയും രശ്മിയിലാണ്. ഇങ്ങനെ രശ്മികൾ അനേകം വന്നാൽ കോടാനുകോടി പൊടിപടലങ്ങൾ എവിടെയുണ്ട്? ആ മുറിക്കകത്തുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ജാല മരീച രശ്മി രേണു, ജനലിൽ കൂടി വരുന്ന ഈ മരീചം, ആ സൂര്യൻ്റെ രശ്മിയിൽ എന്താണ് അവിടെ പറന്ന് കളിക്കുന്ന രേണുക്കൾ എന്ന പോലെ. അപ്പോൾ ഇത് ധാരാളമുണ്ട്. ഇതും എന്താണ്? അദൃഷ്ടമായ അണുക്കളാണ്. അത് ഈ പ്രപഞ്ചത്തിൽ ധാരാളം നിലനിൽപ്പുണ്ട്. പിൽക്കാലത്ത് നമ്മൾ അതിന് ഓരോ പേരുകളിട്ട് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഭൂതം, പ്രേതം, പിശാച്, രക്ഷസ്, ഗന്ധർവൻ എന്നൊക്കെ കുറേ പേരുകളിട്ടുണ്ട്. ഇപ്പം എന്താണ്? കൊറോണ, അല്ലേ എന്നൊക്കെ പേരിടുന്നതിന് പകരം ഇട്ട ഓരോ പേരുകളായിരുന്നു അതൊക്കെ. ഈ പേരിലൊക്കെ ഈ രോഗാണുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വിലസുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ബാധ നമ്മൾ ഏൽക്കാതിരിക്കാനാണ് സന്ധ്യയ്ക്കുറക്കെ നാമം ചൊല്ലാറുള്ളത്. ഉറക്ക നാമം ഉച്ചരിച്ചാൽ ഈ അണുക്കൾ നമ്മിൽ നിന്നും കുറേശ്ശെ മാറി നിൽക്കാൻ കാരണമാകും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇതൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യമാണ് ആ ഏവം പ്രാഗ് ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തി. ഇങ്ങനെ പ്രാഗ്ദേഹജമായ കർമ്മത്തെ ചിത്തവൃത്തികളെ കൊണ്ട് ലക്ഷ്യത എന്നാണ് കാണപ്പെടുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. അനുഭൂതം ക്വച അനേന ദേഹേന അദൃഷ്ടം അശ്രുതം കഥാചിതുപലഭ്യേത യദ്രൂപം യാദൃഗ് ആത്മൻ. അനേന ദേഹേന, ഈ ദേഹം കൊണ്ട് തന്നെ, ക്വച അനേന ദേഹേന അദൃഷ്ടം അശ്രുതം നാനുഭൂതം. അടുത്തൊരു വിഷയം അതാണ്. അദൃഷ്ടം അശ്രുതം നാനുഭൂതം, കാണാത്തതും കേൾക്കാത്തതും അനുഭവിക്കാത്തതും. അദൃഷ്ടം കാണാത്തത്, അശ്രുതം കേൾക്കാത്തത്, അനുഭൂതം അനുഭവിക്കാത്തത്. അപ്പോൾ കാണാത്തതും കേൾക്കാത്തതും അനുഭവിക്കാത്തതുമായ
കഥാചിത് ഉപലഭ്യതയെ ചിലപ്പോൾ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സ്വപ്നത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടല്ലല്ലോ. അല്ല, നേരത്തെ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങിയല്ല കാണുക. പിന്നെന്താണ്? പെട്ടെന്ന് യാദൃച്ഛമായിട്ട് കാണുന്ന കാഴ്ചകളാണ്. ഈ കാഴ്ചകൾ പലതും ഒരു പക്ഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചുള്ളതും അറിയാവുന്നതുമായ വിഷയങ്ങൾ കാണും. പക്ഷെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ച കാണാം. സ്വപ്നത്തിൽ മാത്രമേ കണ്ടുള്ളൂ, അല്ലാതെ ഞാനിത് എവിടെ നിന്ന് ഇത് കാണാൻ പറ്റിയെന്നറിയില്ല. അദൃഷ്ടം, അശ്രുതം, ഇതുവരെ കേൾക്കാത്ത ചില കാര്യങ്ങൾ എവിടെ കാണാം? സ്വപ്നത്തിൽ കാണാം. എന്നാൽ അനുഭൂതം, അനുഭവിക്കാത്തതുമായ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാം. ഈ മൂന്ന് വിഷയങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ സ്വപ്നത്തിൽ എന്തുകൊണ്ടിത് കാണുന്നുവെന്ന്. എന്തുകൊണ്ട് ഈ മൂന്നെണ്ണം? സ്വപ്നം കാണുന്നെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ അല്ലേ അനുഭവം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആധുനിക ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഉപബോധ മനസ്സിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ കണ്ടും കേട്ടും പരിചയമുള്ള കാര്യം മാത്രമേ കാണാവൂ. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്ത, വിചാരിക്കാത്ത, അനുഭവിക്കാത്ത, കാണാത്ത, കേൾക്കാത്ത ഒരു വലിയ സംഭവം, ഒരു കഥ അല്ലെങ്കിൽ ഒരിടം എവിടെ കാണാം? ഇനി കണ്ടു കഴിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. പിന്നെ ഓർക്കണമെന്നില്ല. കണ്ടു കഴിയുമ്പോൾ അത്ഭുതപ്പെടും. ഇത് ഞാൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടേ ഇല്ല, കണ്ടില്ല, കേട്ടിട്ടില്ല. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പം ഈ സ്വപ്നം കാണുന്നത് ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സ്വപ്നം കാണുന്ന ആരാണ്? ഞാൻ തന്നെയാണ്, അല്ലേ? ജാഗ്രതത്തിലുള്ള ഞാനല്ല, എവിടെ? സ്വപ്നത്തിലുള്ള ആ ഞാൻ തന്നെയാണ്. പക്ഷേ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ ബാഹ്യേന്ദ്രിയങ്ങളൊക്കെ എന്തു ചെയ്യും? അകത്തേക്ക് അടക്കി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാഹ്യേന്ദ്രിയങ്ങളിൽ കൂടിയല്ല സ്വപ്നം എന്ത് ചെയ്ത കാണുക. അപ്പോൾ അവിടെയാണ് സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥൂല ശരീരമല്ല അതിന് കാരണം. പിന്നെന്താണ്? സൂക്ഷ്മമായൊരു ശരീരം. ആ ശരീരമാണ് ഈ സ്വപ്നം കാണാൻ. അതിലെവിടുന്ന് വന്നു? ഇത് എൻ്റെയാണ് സൂക്ഷ്മ ശരീരമെങ്കിൽ എനിക്കറിയാവുന്നതും കാണുന്നതും ഞാൻ കണ്ടതും കേട്ടതും മാത്രം കണ്ടാൽ പോരെ? അല്ല. അപ്പോൾ എന്താണ്? ഇതിനു മുമ്പുള്ള ജന്മാന്തരങ്ങളിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതും വാസനയുടെ രൂപത്തിൽ ഉള്ളിൽ അലിഞ്ഞു കിടപ്പുണ്ടാവും. അതേ കാണാനും കേൾക്കാനും പറ്റും. അല്ലാത്ത കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാനും പറ്റില്ല. വാസനാരൂപത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ ലയിച്ച് കിടപ്പുണ്ട്. ഈ ജന്മത്തിലല്ല, ഇനിമുള്ള ജന്മത്തിലോ ജന്മാന്തരങ്ങളിലോ എപ്പോഴെങ്കിലും കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ അനുഭവിച്ചതോ. ഈ ജന്മത്തിൽ അദൃഷ്ടം, അശ്രുതം, അനനുഭൂതം ഇവിടെ ഇല്ല. പിന്നെ ഇതെങ്ങനെ കണ്ടു? അപ്പോഴാണ് അവിടെ അനുമാനം. അപ്പം അനുമാന പ്രമാണം കൊണ്ട് അതിനൊരു പ്രമാണം തീർച്ചയായിട്ടും ഉണ്ടാകണം. നിങ്ങളിത് കാണുന്നെങ്കിൽ എന്തുണ്ടാകും? അങ്ങനെ ഒരെണ്ണം ഉണ്ടാവണം. അതെവിടെ വന്നു? അത് ജന്മാന്തരവാസനകളിൽ കൂടി പരിണമിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷ്മ ശരീരത്തിൽ അടിഞ്ഞു കിടപ്പുണ്ട്. അതാണ് എവിടെ കാണുന്നത്? സ്വപ്നത്തിൽ കൂടി കാണാൻ കാരണം എന്ന്. അതാണ് അനുഭൂതം കൊച്ച അനേന ദേഹേന അദൃഷ്ടം അശ്രുതം കഥാചിത് ഉപലഭ്യതേ യദ്രൂപം യാദൃഗ് ആത്മനി. ഏതൊരു വിധത്തിലാണോ ആത്മാവിൽ കാണപ്പെടുന്നത്, ഏത് രീതിയിലുള്ളതാണോ അത് ചിലപ്പോൾ ആത്മാവിൽ കിട്ടി എന്ന് വരാം. അതായത് വാസനാരൂപത്തിലുള്ള ഈ ശരീരമുണ്ടെങ്കിൽ അന്നത്തെ ലിംഗദേഹവും ഈ സ്ഥൂലദേഹമാകുന്ന വീട്ടിലിരുന്നു കൊണ്ട് സമ്മതിക്കാതെ കഴിയില്ലെന്നുറപ്പിക്കാൻ വേണ്ടിയാണ് സ്വപ്ന മനോരഥാദികളായ അനുഭവങ്ങളെ സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ശരീരമാകുന്ന ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് അന്നത്തേത് അനുഭവിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അതിനാണ് സ്വപ്നം, മനോരഥം, അനുഭവം. ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇതുകൊണ്ടാണ് സ്വപ്ന മനോരഥാദികളായ ഭാവങ്ങളെ കൊണ്ടാണ് ഉദാഹരിക്കുന്നത്. അങ്ങനെ ഒരു കാലത്തും കാണാത്തതും കേൾക്കാത്തതുമായത് മനോരഥത്തിൽ സ്ഫുരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് പ്രശ്നോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്, നിങ്ങൾ കേട്ട് കാണും.
ചിലരെങ്കിലും പഠിച്ചും കേട്ടും കാണും. പിപ്പലാദ മഹർഷിയോട് 5 ശിഷ്യന്മാർ 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ആദ്യം ഇവരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ആത്മസ്വരൂപത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. അപ്പം പിപ്പലാദൻ പറഞ്ഞു, ഉപദേശിച്ച് തരാം, പക്ഷേ ഇപ്പം പറ്റില്ല, 1 വർഷം വ്രതം അനുഷ്ഠിച്ചിട്ട് തിരിച്ചു തരാം. ബ്രഹ്മചര്യം എന്നൊരു വ്രതം 1 വർഷം അനുഷ്ഠിച്ചിട്ട് തിരിച്ചു വരൂ, അപ്പോൾ ഉപദേശിച്ച് തരാം. അപ്പോൾ ചോദിച്ചാൽ അപ്പോൾ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? വ്രതം അനുഷ്ഠിച്ചിട്ട് ചിത്തവും ബുദ്ധിയും ഒക്കെ പാകപ്പെടണം, അപ്പോൾ മാത്രമേ ഇത് ഉപദേശിച്ച് കൊടുക്കാൻ പറ്റൂ. അല്ല വഴിയോ മുതലേ തീർത്ത് ഇനി വന്നോളൂ, ഈ ഉപനിഷത്ത് കേട്ടോളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഉപദേശിക്കാൻ പറ്റില്ല. ഈ ശിഷ്യന് യോഗ്യത നേടണം. അതുകൊണ്ടാണ് 1 വർഷം എന്ന് പറഞ്ഞത്. 1 വർഷം കഴിഞ്ഞാൽ അതേപോലെ വ്രതം മുഴുവൻ പൂർത്തിയാക്കി 5 പേരും തിരിച്ചെത്തിയിട്ട് 5 പേര് 5 ചോദ്യങ്ങൾ ചോദിക്കും. നല്ല സുന്ദരവും ഗഹനവും മനോഹരവുമായ 5 ചോദ്യങ്ങളാണ്. അതിൽ ഒരു ചോദ്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ഉപനിഷത്ത് വായിക്കാൻ കിട്ടും. ഒന്നാമത്തെ ചോദ്യം ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിലൊരു ജീവൻ എങ്ങനെയുണ്ടായി എന്നാണ്. നോക്കൂ, ആധുനികരായ കുട്ടികൾ ചോദിക്കേണ്ട ചോദ്യങ്ങളെക്കുറിച്ചാണ് ഈ കുട്ടി ചോദിച്ചു തുടങ്ങിയത്. ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ ഇതുവരെയും ചോദിക്കുമോ? ഇല്ല. ഇതൊന്നുമല്ല അവർക്ക് അറിയേണ്ടത്, മറ്റ് ഭൗതിക വിഷയങ്ങൾ മാത്രമാണ്. ഈ കുട്ടികൾ ചോദിച്ചത് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ്. അപ്പം പറഞ്ഞു, അത് ഒന്ന് പ്രാണൻ, അവിടെ എന്താ, ഒന്ന് പ്രാണൻ ഉള്ളത് കൊണ്ടാണ്. പ്രാണൻ എവിടുന്നുണ്ടായി? സൂര്യനിൽ നിന്നുണ്ടായി. പ്രാണൻ കൊണ്ട് മാത്രം ഉണ്ടാകുമോ? ഇല്ല, അന്നം വേണം. അന്നം എവിടുന്നുണ്ടായി? ചന്ദ്രനിൽ നിന്ന്. ഈ സൂര്യചന്ദ്രന്മാരെന്ന 2 മിഥുനങ്ങൾ, 2 എണ്ണം പരസ്പരം കൂടിച്ചേർന്നപ്പോൾ ജീവനുണ്ടായി. അന്നവും പ്രാണനും ഒന്നിച്ചു ചേർന്നാൽ എന്തുണ്ടാകും? ജീവനുണ്ടാകും. അനായാസമായിട്ടൊരൊറ്റ വാക്കിൽ ഇവരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കും. അങ്ങനെയല്ലേ സമസ്ത ജീവൻ്റെ ഉൽപ്പത്തി? അന്നവും വേണം, പ്രാണനും വേണം. ഇത് രണ്ടുമില്ലെങ്കിൽ ജീവനില്ല. ഇങ്ങനെ 2 എണ്ണം കൂടി ചേരുന്നതാണ് മിഥുനം എന്ന് പേര് കൊടുക്കുന്നത്, അല്ലേ? സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്താണ്, മറ്റൊരു വസ്തു ഉണ്ടാകുന്നത് പോലെ എന്ന് അതിനൊരു ഉപമാനം കൊടുത്തത് മാത്രമേ. ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. പിന്നെ അവർ ചോദിച്ചത് ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥയിൽ ഈ സ്വപ്നം, അപ്പം ഈ ജീവനെക്കുറിച്ച് പറഞ്ഞു. ജീവൻ്റെ 3 അവസ്ഥയെക്കുറിച്ചാണ് പിന്നെ ചോദിച്ചത്. ജീവൻ എങ്ങനെയാണ് ഈ പ്രപഞ്ച അനുഭൂതികളെ അനുഭവിക്കുന്നത് എന്നായിരുന്നു 2ാമത്തെ ചോദ്യം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയിലൂടെയാണ് ഇത് മുഴുവൻ അനുഭവിക്കുന്നത്. ജാഗ്രതത്തെക്കുറിച്ച് പറഞ്ഞു. സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, എങ്ങനെ സ്വപ്നം ഉണ്ടാകും? അപ്പോഴീ ചോദ്യം ചോദിച്ചു, എന്താണ്? കണ്ടതും കേൾക്കാത്തതും. എന്താണ്? ഏഷദേവ സ്വപ്നേ മഹിമാനം അനുഭവതി യദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അർത്ഥം അനുശൃണോതി ദേശ ദിഗ് അന്തരേശ്ച പ്രത്യക്ഷ അനുഭൂതം പുനഃ പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച. ഉപനിഷത്തിലെ വരിയാണ്. അതേ വരിയാണ് ഈ ശ്ലോകത്തിൽ കൂട്ടിയതെന്നാണ് ഞാൻ ഉപനിഷത്ത് ഭാഗം പറയാൻ കാരണം. ഉപനിഷത്ത് നിങ്ങളുടെ ഉള്ളതൊന്ന് വായിച്ചു നോക്കിക്കോളൂ. അവിടെ എന്താണ് പറഞ്ഞത്? ദൃഷ്ടം ച, സ്വപ്നത്തിൽ കണ്ടതും, അദൃഷ്ടം ച, കാണാത്തതും, ശ്രുതം ച, കേട്ടതും, അശ്രുതം ച, കേൾക്കാത്തതും, അനുഭൂതം ച, അനുഭവിച്ചതും, അനനുഭൂതം ച, അനനുഭൂതമായതും, ഫച്ച അഫച്ച, ഫത്തായതും അഫത്തായതും. നല്ലതും കാണും, ചീത്തയും കാണും. പേടിപ്പിക്കുന്ന ഭയങ്കര സ്വപ്നങ്ങൾ കാണും, നല്ല സ്വപ്നങ്ങൾ കാണും. ഫച്ച അഫച്ച ഫർവഹ സർവം പശ്യത്. എല്ലാവരും എല്ലാം കാണും. എല്ലാവരും. ഒരാൾക്ക് പോലും ഇതിന് എന്തില്ല, ഒഴിവില്ല. കാരണം നേരത്തെ പ്ലാൻ ചെയ്ത് കിടന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ഇന്നത്തെ കാണും, ഇന്നത് കാണില്ല എന്ന്. സ്വപ്നം കണ്ട് ചിലപ്പോൾ ഉണർന്നു കഴിയുമ്പോൾ ഓർക്കുന്ന, ഈശ്വര ഞാൻ എന്തൊക്കെയായിരുന്നു ഇന്നലെ ഈ സ്വപ്നത്തിൽ കണ്ടത് എന്ന്. അപ്പം എൻ്റെ കയ്യിലല്ല എന്നെന്തായി? ഉറപ്പായി. എൻ്റെ മനസ്സ്, ബുദ്ധി, സ്ഥൂല ശരീരം ഇതിനൊക്കെ അപ്പുറത്ത് പോയില്ലേ അത്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ള എന്താണ്? ഉറപ്പാണ്.
അതിനെയാണ് അനുമാന പ്രമാണം കൊണ്ട് ഋഷി അത് സ്ഥാപിക്കാൻ പുറപ്പെട്ടത്. അപ്പം ചോദിച്ചു എങ്ങനെ സ്വപ്നം ഉണ്ടാകും എന്ന്. അപ്പറഞ്ഞു എത്ര തേജഫാം അഭിഭൂതോ ഭവതി അത്ര ഈഷദേവ സ്വപ്നം അനുപശ്യതി. ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ഇന്ന് പാശ്ചാത്യ ലോകം സ്വപ്നത്തെക്കുറിച്ച് സുദീർഘമായി പഠിച്ച് എത്ര പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അനായാസമായിട്ട് ഒരൊറ്റ വരിയിൽ പിപ്പലാദൻ എങ്ങനെ സ്വപ്നം കാണുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി. എന്താണ്? നാഡികളിൽ കിടക്കുന്ന ഫൗര തേജസ്സുകൾ, അനേകം നാഡികൾ എന്തുണ്ട് മനുഷ്യ ശരീരത്തിലുണ്ട്. നാഡികൾക്കകത്ത് രക്തമല്ല, പിന്നെന്താണ്? തേജസ്സാണ്. വായു പോലെ ഒരു തേജസ്സാണ് വേണ്ടത്. ആ തേജസ്സിൽ ഫൗര തേജസ്സുണ്ട്, ആഗ്നേയ തേജസ്സുണ്ട്. രണ്ട് തരത്തിൽ തേജസ് നാഡികളിൽ എന്ത് ചെയ്യും? സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ആര് കണ്ടുപിടിച്ചതാണ്? നമ്മൾ ഋഷിമാർ. നമുക്ക് അത്ഭുതം തോന്നും. ആധുനിക ഉപകരണങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമുക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഈ ഫൗര തേജസ് അത് മനസ്സിൻ്റെ വാസനാദ്വാരങ്ങൾ, അതായത് ഈ നാഡികൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചില ദ്വാരങ്ങളുണ്ട്. ഈ ഫൗര തേജസ്സിൽ കൂടി പൂർവപൂർവ ജന്മാർജിതമായ വാസനകൾ ഈ നാഡിയിൽ കൂടി കടന്നു വരുമ്പോൾ ഇടയ്ക്ക് ഒരു വാതിൽ എന്തു ചെയ്യും? തുറക്കുമ്പോൾ എന്തു ചെയ്യും? ഈ വാസനകൾ മുഴുവൻ സ്വപ്നത്തിൽ കാണും. എപ്പോഴോ ഈ വാതിൽ അടയ്ക്കുന്നു, അപ്പം എന്തു ചെയ്യും? സ്വപ്നം നിൽക്കും. ഇതാണ് സ്വപ്നം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിന് ഒറ്റ വരിയിൽ ഋഷിക്ക് മറുപടി. ഈ ഒരു ഉപനിഷത്ത് ഭാഗം കൂടി സൂചിപ്പിച്ചിട്ട് പറഞ്ഞത്. നിങ്ങളുടെ ഈ ഉപനിഷത്തുള്ളവർക്ക് ചെന്നൊന്ന് വായിച്ചു നോക്കുമ്പം വിശദമായ ഈ മറുപടി കാണും. അതാണ് എത്ര തേജസാം അഭിഭൂതോ ഭവതി അത്ര ഏഷദേവ സ്വപ്നം അനുപശ്യതി. തേജസ് കൊണ്ട് അനുഭൂതമാകുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും? ഈ സ്വപ്നം കാണാൻ പറ്റും. കാരണം അതിങ്ങനെ നാഡികൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചില ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങൾക്ക് എന്തുണ്ട്? അടപ്പുണ്ട്, വാതിലുമുണ്ട്. അപ്പം ഇതിങ്ങനെ എന്താണ് കയറി വരുമ്പോൾ ചില വാതിലുകൾ തുറക്കും. വാതിൽ തുറന്നാൽ ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ എന്ത് ചെയ്യും? കാണും. ആരാ കാണുന്നത്? സൂക്ഷ്മമായ മനസ്സ്. സൂക്ഷ്മമായ മനസ്സാണ് ഇത് കാണുന്നത്. കാണുമ്പോൾ എന്തു ചെയ്യും? എന്തെന്ത് അനുഭവങ്ങളുണ്ടാകും? ഇതൊന്നും കണ്ടതും കേട്ടതും അനുഭവിച്ചതും ആയിരിക്കത്തില്ല. ഈ ജന്മത്തിൽ ഞാൻ കാണാത്ത കാഴ്ചകൾ എവിടെ കാണാം? സ്വപ്നത്തിൽ കാണും. ഈ ജന്മത്തിൽ കേൾക്കാത്ത എത്രയോ കാര്യങ്ങൾ എവിടെ കാണും? സ്വപ്നത്തിൽ കാണും. എവിടെ നിന്ന് കിട്ടിയതാണ്? ഇതിനു മുമ്പുള്ള ജന്മ പരമ്പരകളിൽ നിന്നും വാസനാരൂപത്തിൽ ഫൗര തേജസ്സിൽ കൂടി ഉള്ളിലേക്ക് കടന്ന് നാഡിചരമ്പുകളിൽ കൂടി പ്രവഹിച്ചു പോകുന്ന ഈ ശക്തി, ഈ തേജസ്സാണ് സ്വപ്നം കാണാൻ കാരണമായത്. ഈ സ്വപ്നം നിൽക്കുന്നത് ഇതിങ്ങനെ കണ്ടുവരുമ്പോൾ ടപ്പ് എന്ന് എന്തു ചെയ്യും? ഈ വാതിലടയും. വാതിലടഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ളതൊന്നും ഇങ്ങോട്ട് വരില്ല. അപ്പം എന്താണ്? പൂർവ്വജന്മാർജിതമായ വാസനകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണർന്നാൽ പിന്നെ ഈ ജന്മത്തിലുള്ള മാത്രം. എന്തുകൊണ്ട് സ്വപ്നം കാണുന്നു എന്നതിന് മറുപടിയാണ്. എത്ര സുന്ദരമായിട്ട് ഋഷികവി എന്ത് ചെയ്തു? അവിടെ ആവിഷ്കരിച്ചു. യുങ്ങും ഫ്രോയിഡും എത്ര കാലം പഠിച്ചിട്ടും ഈ സ്വപ്നം എങ്ങനെ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് പറയാൻ രണ്ടുപേർക്കും സാധിച്ചത്. ഇവരുടെ രണ്ടുപേരുടെ പുസ്തകങ്ങളാണ് ഇപ്പോൾ ധാരാളം പ്രചരിക്കുന്നത് സ്വപ്നത്തെക്കുറിച്ച്. ജ്ഞാനവാസിഷ്ടം എന്നൊരു ഗ്രന്ഥമുണ്ട്, നിങ്ങളത് കേട്ട് കാണുന്നുണ്ട്. അതിനകത്തെ പ്രധാന വിഷയം ഈ സ്വപ്നമാണ്. എങ്ങനെ സ്വപ്നം ഉണ്ടാക്കുന്നു? സ്വപ്നത്തിലെ അനുഭവങ്ങൾ തരംതിരിച്ച് അതിനകത്ത് പറയും. 7 വിധത്തിലുള്ള അനുഭവങ്ങളാണ് സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നത്. അത് പഠിക്കുമ്പോൾ പറ്റും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് പോയാൽ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പിന്നെ പോകാൻ പറ്റാതാണ്. അതും നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോളൂ കയ്യിലുള്ളവർക്ക്. അത് വായിക്കുമ്പോഴാണ് ഫ്രോയിഡൊന്നുമില്ല, യുങ്ങിൻ്റെ ആശയവുമായി ഏറ്റവും പൊരുത്തപ്പെടുന്ന അനേകം ആശയങ്ങൾ നമുക്ക് ഈ യോഗവാസിഷ്ടത്തിൽ കാണാം. എൻ്റെ അടുത്ത് ഒരു കുട്ടി റിഫർ ചെയ്തത് യുങ്ങും യോഗവാസിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത്രയും കൂടുതൽ പഠിച്ചത്. സ്വപ്നം അധികൃത്യ യുങ്ങും യോഗവാസിഷ്ടത്തെക്കുറിച്ചൊരു താരതമ്യ പഠനം നടത്തി. അതിമനോഹരമായ തീസിസാണ്.
എൻ്റെ അടുക്കൽ 3ാമത് PhD എടുത്ത ആൾ ഈ കുട്ടി. ഇപ്പം അദ്ദേഹം കാരളി ശങ്കര കോളേജിലെ പ്രൊഫസറാണ്. ആ തീഫ് ഞാൻ നന്നായിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്ത് പഠിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണമായത്, യുങ്ങാണ് നമ്മുടെ ഭാരതീയ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്ന മട്ടിൽ ഏറെക്കുറെ ചിന്തിച്ചു പോയത്, മുഴുവനുമായിട്ടില്ല. പക്ഷേ ഫ്രോയിഡൊന്നുമില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള പേര് അദ്ദേഹത്തെയാണ്. ഈ പിപ്പരാതിനെ കവിഞ്ഞ് ഒരു മനഃശാസ്ത്രജ്ഞൻ എവിടെ ഇരിക്കുന്നു? ഇല്ല, ആദ്യത്തെ ശരിയായ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? പിപ്പലാദനാണ്. ഈ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്ത ഇതാണ്. ഇനിയും അവർ 2-3 ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായൊരു ചോദ്യമുണ്ട്. എന്താണ്? അപ്പം ചോദിച്ചു ജീവൻ്റെ അവസ്ഥയെക്കുറിച്ച്. ഈ പ്രാണൻ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവേശിക്കും? പിന്നത്തെ ചോദ്യം എങ്ങനെ? അപ്പം വായുവാണല്ലോ, ഈ കാണുന്ന വായുവാണ്. ഈ വായു ഉള്ളിൽ കടന്നാൽ 5 ജോലി ചെയ്യും. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. 5 ജോലിയാണ് ഈ വായു ഉള്ളിൽ കടന്നാൽ ചെയ്ത്. അതിന് പഞ്ചപ്രാണൻ എന്ന് പറയും. ഇതിനെ ഉള്ളിൽ കടക്കുമ്പോഴാണ് പ്രാണൻ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. കാരണം പ്രകർഷയുടെ അനതേ ഇതി പ്രാണഹ എന്നാണ്. എന്താണ്? ഉള്ളിൽ കടന്നാൽ സ്പന്ദിച്ചു കൊണ്ടേയിരിക്കും. ഈ സ്പന്ദനം നിന്നാൽ പിന്നെ ആരില്ല? നമ്മളില്ല, പ്രാണൻ പോയിരുന്നു. അപ്പം പ്രകർഷേണ അനതേ എന്ന് അകത്ത് കടന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഫംഗ്ഷനെ എപ്പോഴും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിനെന്ത് പേര് കൊടുത്തു? പ്രാണൻ. ഈ പ്രാണൻ അകത്ത് കടന്നിട്ട് ഒരു രാജാവിനെ പോലെ 4 പേരെ വിളിച്ച് 4 ജോലി ഏൽപ്പിച്ചു. അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. പ്രാണനാണ് ഇതിൻ്റെയൊക്കെ രാജാവ്. എല്ലാവരും നിയന്ത്രിക്കുന്ന ആൾ പ്രാണനാണ്. അപാനൻ്റെ ജോലി കീഴ്ശ്വാസത്തെ കൃത്യമായി താഴേക്ക് പറഞ്ഞു വിടല്ല. അനതേ അപാനൻ. ഉദാനൻ ഉത്ത അനതേ, മുകളിലേക്കുള്ള ശ്വാസഗതി നിയന്ത്രിക്കുക. നമ്മൾ എന്താണ് ഏമ്പക്കം ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ മുകളിലേക്ക് ശ്വാസം എടുക്കുന്നത്, ഇങ്ങനെ ഒത്തിരി ഉദ്ഗമനമുണ്ട്. ഉദാനൻ. വ്യാനൻ ശരീരം മുഴുവൻ വ്യാപരിക്കുന്ന വായുവാണ്. എല്ലായിടത്തുണ്ട്. ശരീരത്തിൽ വായു ഇല്ലാത്തൊരു സ്ഥലമില്ല, അംശമില്ല, അത് വ്യാനൻ. ഇനി സമാനൻ്റെ ജോലി നമ്മൾ കഴിച്ച ഭക്ഷണ സാധനങ്ങളെ എന്ത് ചെയ്യാണ്? ദഹിപ്പിക്കല. സമം അനതേന എന്ത് ചെയ്യണം? ദഹിപ്പിച്ച് സമമായി ഓരോ വഴിക്ക് പറഞ്ഞയക്കണം. അതിൻ്റെ ജോലി ആരാ ചെയ്യുക? സമാൻ നിന്ന് പ്രയത്നിക്കുന്നുണ്ട്. ആ വായുവിൻ്റെ പ്രയത്നം കൊണ്ടാണ് കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് രക്തമായി, മജ്ജയായി, മാംസമായി, മലമായും മൂത്രമായും ഒക്കെ പോകുന്നത് ഈ സമാനൻ്റെ ജോലി കണ്ടാണ് എന്ന് വിസ്തരിച്ച് അകത്ത് കിടന്നു. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, അപ്പം എനിക്കൊരു സംശയം, അകത്ത് കടക്കാതെ ഈ വായു പുറത്ത് നിൽക്കുമ്പം ഈ 5 ജോലി ഉണ്ടോ ഇതിന്? നോക്കൂ, ഇന്നത്തെ കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1 വർഷം വ്രതമനുഷ്ഠിച്ച് വന്നൊരു കുട്ടിക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. വെറും ബ്രഹ്മചാരി കുട്ടികളാണ്. അപ്പം എന്താണ്, പുറത്ത് നിൽക്കുമ്പോൾ ഈ 5 ജോലി ഇതിനുണ്ടോ? അകത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത്. അപ്പം ഋഷി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എടോ, താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറിഞ്ഞു വീഴാതെ നിൽക്കുന്നത് അപാനവായുവിൻ്റെ സമ്മർദ്ദമുണ്ടാകും. ഇനിയല്ലേ ഗ്രാവിറ്റേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കുറേ കാലം പഠിച്ചു വെച്ചത്. ഇത് പഠിക്കുന്നതിന് എത്രയോ മുമ്പ് പിപ്പലാദൻ ഈ തിയറി ഇവിടെ ആവിഷ്കരിച്ചു. അപാനൻ ഈ പ്രപഞ്ചത്തിലുള്ള വായുവിൻ്റെ താഴേക്കുള്ള സമ്മർദ്ദത്തിൻ്റെ പേരാണ് അപാനൻ. ഈ താഴേക്കുള്ള സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ വീഴാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കസേരയിൽ നിന്ന് പെട്ടെന്ന് മറിഞ്ഞു വീണൂടെ? നമ്മൾ വീഴാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അപാനവായുവിൻ്റെ സമ്മർദ്ദം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? വീഴത്തില്ല. ഇതാണ് ഒന്നാമത്. അത് അപാനം. ഉദാനവായുവിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടാൽ മുകളിലേക്ക് പോകുന്നത്. ഇതും പാശ്ചാത്യ ഒരാൾ കണ്ടുപിടിച്ച് ആപ്പിൾ എറിഞ്ഞ് നമ്മെ പഠിപ്പിച്ചാന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചു. കാരണം സയൻസിൽ ഇതൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതേ ഒരു വരി കൂടി പറഞ്ഞു കൊടുത്താൽ എത്ര നന്നായിരിക്കും. ഭാരതീയ സംസ്കൃതികളുടെ ബഹുമാനം ഇതവർ പഠിക്കണ്ട, വിട്ടോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ. അപ്പം ഉദാനൻ മുകളിലേക്കുള്ള വായുവിൻ്റെ ഗതിയാണ്. അതുകൊണ്ടാണ് ഒരു വസ്തു മുകളിലേക്കിട്ട എന്ത് ചെയ്യുന്നത്? എറിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നത് ഉദാനവായുവിൻ്റെ മുകളിലേക്കുള്ള സമ്മർദ്ദമുണ്ടാണ്. വ്യാനനാണ് കാറ്റായിട്ട് വീശിക്കൊണ്ടേയിരിക്കുന്നത്.
ഫമാനൻ്റെ ജോലി ഈ പ്രകൃതിയിലുണ്ടാകുന്ന സമസ്ത വസ്തുക്കളെയും പാകപ്പെടുത്തലാണ്. ഒരു വാഴക്കല ഉണ്ടായാൽ അത് എന്താണ്, തഴച്ച് വളർന്ന് അതിനെ പഴുപ്പിക്കുന്ന ജോലി ആരുടെയാണ്? ഫമാനൻ്റെ ജോലിയാണ്. നമ്മളെല്ലാം ചെയ്തിട്ടാണ്. എല്ലാ ദിവസവും ചെന്ന് നോക്കും, പഴുത്തോ 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 നോക്കും. ഒരു ദിവസം വരുമ്പം ഒരു പഴുത്തിരിക്കും. നമ്മളെല്ലാം ചെയ്തിട്ടാണ്. ഒന്നുമില്ല. പിന്നെ എന്താണ്? സമാനവായുവിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഇതിനെ എന്ത് ചെയ്യും? പാകപ്പെടുത്തും. തെങ്ങിനുണ്ടാകുന്ന വെള്ളയ്ക്ക എന്താക്കി മാറ്റും? തേങ്ങയാക്കി മാറ്റും, അല്ലേ? ഒരു ചെടിയിൽ പൂവുണ്ടാകാൻ, പൂവിൽ കായുണ്ടാകാൻ, കായിനെ പാകപ്പെടുത്താൻ ഇത്രയും ജോലി ആര് ചെയ്യും? സമാനവായു. ഇപ്പോൾ ഈ 5 വായു ഇവിടെയുണ്ട്, ബാഹ്യത്തിലുണ്ട്. ഇങ്ങനത്തെ 5 ചോദ്യങ്ങളാണ് പ്രശ്നോപനിഷത്തിലെ വിഷയം. അത് ആധുനികരായ കുട്ടികൾ ശരിക്കും പഠിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കുന്നതാണ്. ഏത് സിലബസിൻ്റെയും കൂടി പ്രശ്നോപനിഷത്തിൽ ഒരു ടോപ്പിക്ക് വെച്ചാൽ, ഏത് സർവകലാശാലയിൽ ഏത് വിഷയം പഠിക്കുന്നവർ വെച്ചാൽ, സയൻസ് പഠിക്കുന്നവർക്കൊക്കെ ഇതിൽ ഒരു ടോപ്പിക്ക് കൂടെ പഠിച്ചാൽ ഒരിക്കലും ദോഷം ആവില്ല. അവർ മറ്റേ എന്താണ് ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചെന്നോ അല്ലെങ്കിൽ എന്താണ് ഡാർവിൻ കണ്ടുപിടിച്ചെന്നോ പഠിച്ചോട്ടെ, അതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെയും ഇതുണ്ടായിരുന്നു എന്നൊരു ബോധം അവരുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പോട്ടെ, എൻ്റെ വിഷയം അതല്ലല്ലോ. പക്ഷേ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പ്രശ്നോപനിഷത്തെക്കുറിച്ച് പറയാൻ നമുക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതേ വരിയാണ് ഭാഗവതം ഇവിടെയും കോട്ട് ചെയ്തത്. എന്താണ്? നാനുഭൂതം അദൃഷ്ടം അശ്രുതം. ഇത് ആ ഉപനിഷത്തിലെ വരി തന്നെയാണ്. അശ്രുതം കഥാചിത് ഉപലഭ്യതേ യദ്രൂപം യാതൃഗ് ആത്മനി. അപ്പം സ്വപ്നത്തിൽ ഒരു കാലത്ത് ഒരു ദിക്കിലും കാണാത്തതും കേൾക്കാത്തതും അനുഭവിച്ചറിയാത്തതുമായ എത്രയോ സുഖദുഃഖാദികളായ ഭാവങ്ങൾ മനോരഥത്തിലോ സ്വപ്നത്തിലോ ഉണ്ട്, ഇല്ലേ? മനോരഥം ഉണ്ടാവില്ലേ? ഇല്ലേ? മനോരഥം കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ മനോരഥത്തിൽ എന്തൊക്കെയാണ് കണ്ടുകൂട്ടുക? വലിയ നടക്കുന്നതാണോ? കുറച്ചൊക്കെ നടക്കും. നടക്കാത്ത ഇഷ്ടം പോലെ എന്ത് ചെയ്യും? അവിടെ കാണും. ഇതൊക്കെ ഈ സ്വപ്നത്തിൻ്റെ മനോരഥ അവസ്ഥയിലും സ്ഫുരിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഭവത്തിനുള്ള കാരണം എന്താണ്? സൂക്ഷ്മം. ഈ അനുഭവത്തിനുള്ള കാരണം സൂക്ഷ്മം. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സൂക്ഷ്മ ശരീരം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് മാത്രമല്ല, ഫക്കരതിനെ പ്രവർത്തിപ്പിക്കാൻ ഇതെന്താണ് കാരണമെന്ന് കണ്ടില്ലേ? അല്ലേ? സ്വപ്നം കാണാൻ എന്ത് വേണം? ഈ സൂക്ഷ്മ ശരീരം വേണം. അപ്പോൾ ഈ കാണുന്ന സ്ഥൂലമല്ലാതെ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? സൂക്ഷ്മമായ ഒരു ശരീരം ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ എത്ര ഉദാഹരണങ്ങൾ കൂടിയാണ് നമ്മളേത് ബോധ്യപ്പെടുത്തുക. ചുമ്മാ ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിച്ചോളൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അത് ആധുനികരായ കുട്ടികൾക്ക് ബോധ്യമാവില്ല എന്ന് എത്രയോ കാലം ഋഷിമാർക്കറിയാമായിരുന്നു. അന്നൊരു പക്ഷെ തിരിച്ചു ചോദിക്കില്ലേ? പക്ഷേ ഇന്നെന്ത് ചെയ്യും? എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റണ്ടേ? ഇതാ വ്യക്തമായ മറുപടിയാണ് ഋഷിയുടെ എന്താണ് ഉപന്യസിച്ചത്. അതുകൊണ്ട് അങ്ങനെ മുൻജന്മത്തിലുള്ള സൂക്ഷ്മമായ ലിംഗദേഹം ഇന്നത്തെ സ്ഥൂലദേഹത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്നുണ്ട് എന്ന് സ്പഷ്ടമാക്കുക. ഈ സ്ഥൂലമാകുന്ന ദേഹമാകുന്ന വീട്ടിൽ ആരുണ്ട്? സൂക്ഷ്മദേഹം എന്നൊരു ദേഹം ഉണ്ട് എന്ന് എന്ത് ചെയ്യുകയാണ്? കാര്യകാരണം കൊണ്ട്, അനുമാന പ്രമാണം കൊണ്ട് ഉറപ്പിച്ചു. ഇതായിരുന്നല്ലോ സംശയം. അത് കാണാനില്ലല്ലോ. ഈ സ്ഥൂലദേഹം കാണാം. അതെന്ത് ചെയ്യും? എല്ലാ കർമ്മവും ചെയ്യുന്നു, പുഷ്ടി പ്രാപിക്കുന്നു, ക്ഷീണിക്കുന്നു, എന്താണ് ക്ഷയിക്കുന്നു, വേദനിക്കുന്നു, ഒക്കെ എന്തിനുണ്ട്? ഈ സ്ഥൂലദേഹത്തിനുണ്ട്. ഇതൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? നന്നായി ചേർത്ത് വീർത്ത് വരുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? മെലിഞ്ഞു പോകുന്നു. ഇതൊക്കെ ആർക്കുണ്ട്? ഈ സ്ഥൂല. അപ്പം ഇതല്ലേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്ത് വേറെ എന്തിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഇതേപോലെ ഇതിനേക്കാൾ പവർഫുള്ളായി അനുഭവങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശരീരം ഉണ്ട്. അതാണ് സൂക്ഷ്മ ശരീരം. അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതില്ലെന്ന് പറയാതിരിക്കാൻ എത്ര ന്യായം വേണോ അത് മുഴുവൻ നമ്മൾ മുമ്പിൽ നിർത്തി. അതിന് മുഴുവൻ ഉദാഹരണം ജീവിതമാണ്. വേറെ എങ്ങനെ തപ്പിപ്പോകൊണ്ടാണ്. അവരവരുടെ ജീവിതം തന്നെ ഇതിനെന്താണ്? ഉദാഹരണമാണ്. അതുകൊണ്ടാണ് നാനുഭൂതം ക്വചാനേന ദേഹേന ദൃഷ്ടമശ്രുതം കഥാചിതുപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി തേനാഭ്യതാദൃശം രാജൻ ലിംഗിനോ ദേഹസംഭവം
ശ്രദ്ധഫ്വ അനനുഭൂതോർദ്ധോ ന മനഃഫ്രഷ്ടുമർഹതീം. അപ്പം ഇങ്ങനെ തേനാഫ്യ താദൃശം രാജൻ ലിംഗേന ദേഹസംഭവം. അതുകൊണ്ട് അപ്രകാരമുള്ള ദേഹസംഭവത്തെ, ഇപ്പം കാണിച്ച വിധത്തിലുള്ള ഒരു ദേഹത്തിൻ്റെ സംഭവം എന്ന് വെച്ചാലോ ഉണ്ടാകൽ, ഉൽപ്പത്തി, സൃഷ്ടി, അതാണല്ലോ സംഭവം. സമ്യക്കായിട്ട് ഭവിക്കൽ ആണ് സംഭവം. ഇന്ന് പറയുന്ന സംഭവമൊന്നുമല്ല. ഇന്ന് നമ്മൾ എന്തൊരു സംഭവമാണത്? ഇതല്ല. സമ്യക് ഭവതി ഇത് സംഭവ എന്നാണ്. വേണ്ടതുപോലെ നന്നായി ഉണ്ടാകുന്നതിൻ്റെ പേരാണ് സംഭവം എന്ന്. അതിന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവം എന്നുള്ളത് മാറി മാറി ഇഷ്ടം പോലെ ലൗകിക ജീവിതത്തിൽ ഈ വാക്ക് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം കളഞ്ഞു പിടിച്ചിട്ടുണ്ട്. പൊക്കോട്ടെ. പക്ഷേ ഇവിടെ ഭാഗവതം പറയുന്നത് തേനാഫ്യ താദൃശം രാജൻ ലിംഗിനോ ദേഹ സംഭവം. ദേഹത്തിൽ നിന്നും സംഭവിച്ച ഉണ്ടായ, ഈ ദേഹത്തിൽ ഉണ്ടായതാണെന്ന് ഉറപ്പായല്ലോ. സ്ഥൂല ശരീരത്തിനും ഉണ്ടായതാണേത്? ഇപ്പം കണ്ട സൂക്ഷ്മം അല്ലേ? അത് ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. ഇതിൽ നിന്നും ഇതുണ്ടെങ്കിലേ എന്തുള്ളൂ? അതുള്ളൂ. ഇതില്ലെങ്കിൽ അതില്ല. അപ്പോൾ ഇതിൽ നിന്നും ഉണ്ടായതാണ് അത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് അങ്ങോട്ട് പോകാം. സൂക്ഷ്മതയിൽ നിന്നും സ്ഥൂലതയിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് പോകാം. പ്രപഞ്ചാന്വേഷണം അങ്ങനെയാണ് അല്ലേ? എപ്പോഴും ബാഹ്യത്തിൽ നിന്നേ അങ്ങോട്ട് പോകത്തുള്ളൂ അതിലേക്കാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഒരധ്യായത്തിൽ തലകീഴായി നിൽക്കുന്ന ഒരു ആലിനെ ഉദാഹരിച്ചുകൊണ്ടാണ് ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി യഫ്യ പർണാനി യഫ്തം വേദ ഫവേദവിത്ത്. കാരണം അതിൻ്റെ ഇലകളും അതിൻ്റെ തണ്ടും എല്ലാം താഴേക്കെന്ന് അർത്ഥം ഈ പ്രപഞ്ചം മുഴുവനും ഇതാണ്. ഇതിൻ്റെ വേര് എവിടെയാണ്? മുകളിലാണ്. അതേതാണ്? സൂക്ഷ്മമാണ്. അപ്പം നമ്മൾ സ്ഥൂലതയിൽ നിന്നും എന്ത് ചെയ്യണം? സൂക്ഷ്മതയിലേക്ക് അന്വേഷിച്ചിട്ട് പോകാൻ ഗീത പഠിപ്പിച്ചൊരു ഉപായമാണ്. സാധാരണ ഇങ്ങനത്തെ ഒരെണ്ണം കാണാനൊക്കെ പറ്റില്ല. അത് പറഞ്ഞു, അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു ഇങ്ങനെ ഒരെണ്ണം ലോകത്തിൽ കാണാൻ കിട്ടുന്നതല്ല. ഇപ്പം ചോദിക്കും ഇങ്ങനെയുണ്ടോ ഒരു ആൽമരം? ഇല്ല, ഞാൻ എൻ്റെ ഭാവനയിൽ പറഞ്ഞാണ്. നേരെ നിൽക്കുന്ന ഒരാളിനെ ഞാൻ തലകീഴായിട്ട് നിർത്തി നിങ്ങളെ കാണിച്ചു. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. എന്താണ്? വേര് മുകളിൽ, തണ്ട്, ചെറിയ തണ്ടുകൾ, പിന്നെന്താണ് ഓരോ ശാഖോപശാഖകൾ, അറ്റത്ത് ഇലകൾ, ഇങ്ങനെ. അപ്പോൾ ഇനിയും എന്താണ്? ഇല മുതൽ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ വൃക്ഷത്തിൻ്റെ കാരണമായ വേര് അപ്പം മനസ്സിലാക്കണം. ഇതേപോലെ ഈ സ്ഥൂല ശരീരത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് മുകളിൽ ചെല്ലുമ്പോൾ കാരണത്തിലേക്ക് എത്താം. അതിനാണ് ലിംഗശരീരം എന്ന് മൂന്നാമത് പറയാൻ പോകുന്ന ശരീരത്തിൽ. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. കാരണശരീരത്തിന് മറ്റൊരു പേരാണ് ലിംഗശരീരം എന്ന്. കാരണമായത് ലീനമായ അർത്ഥത്തെ ഗമിപ്പിക്കുന്നതിൻ്റെ പേരാണ് ലിംഗം എന്ന്. ലീനം അർത്ഥം ഗമയതീതി ലിംഗ എന്നാണ്. ലയിച്ച് കിടക്കുന്ന അർത്ഥത്തെ, ഏതാണ്? ഈ ഇലകളിലും തണ്ടിലും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന കാര്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആരാണ്? വേരാണ്. ഞാനുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ആര് പറയാണ്? വേര് പറയാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ കാരണമാണ്. ഈ വൃക്ഷത്തിൻ്റെ കാരണം എന്താണ്? ഈ വേരാണ്. അതുകൊണ്ട് അതിനെ ലിംഗം എന്ന് അല്ലെങ്കിൽ കാരണം എന്ന് പറയാം. ശിവലിംഗം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ കാണുന്ന ശിലാഖണ്ഡത്തിൻ്റെ അകത്ത് ലീനമായ, ലയിച്ച് കിടക്കുന്ന ഒരു ഗംഭീരമായ തത്വാർത്ഥത്തെ ബോധ്യപ്പെടുത്താനുള്ളൊരു ഉപകരണമാണ് ഇത്. അതുകൊണ്ട് ഇനി എന്ത് വിളിക്കുന്നു? ലിംഗം എന്ന്. നമുക്ക് ഒത്തിരി ആശങ്കയുള്ളതാണ്. ഒത്തിരി പേര് നമ്മളെ കളിയാക്കുകയും കബളിപ്പിക്കുകയും ചെയ്തതാണ് ശിവലിംഗം എന്ന വാക്ക് ഉപയോഗിച്ചിട്ട്. അവിടെ നമ്മൾക്ക് പറയാനുള്ളത് ലിംഗം എന്ന വാക്കിൻ്റെ അർത്ഥം ലയിച്ച് കിടക്കുന്ന അർത്ഥത്തെ, തത്വത്തെ ഗമിപ്പിക്കലാണ്, നമ്മുടെ ഉള്ളിൽ എത്തിക്കലാണ്. ഇതാണ് ശിവലിംഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ശിവം എന്നുള്ളത് എന്താണ്? ആത്മതേജസ്സാണ്. ആത്മതേജസ്സിൻ്റെ തത്വാർത്ഥം ഇതിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതിന് ലിംഗം എന്ന് പേരിട്ടതാണ്.
അപ്പം ഇതേപോലെ അപ്പോൾ ലിംഗം എന്ന വാക്ക് കേട്ടാൽ ഉടനെ നമുക്ക് ഓർമ്മ വരുന്നത് മനുഷ്യ ശരീരത്തിലെ അവയവത്തെക്കുറിച്ചാണ്. അതും എന്താണ്, മനുഷ്യ ശരീരത്തിൻ്റെ ആകത്തുകയായ എസൻസ് മുഴുവൻ ഇതിലേക്ക് ലയിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന് ലിംഗം എന്ന് പേരിട്ടുകൊണ്ടാണ്. നമ്മുടെ ബീജം മുഴുവനും ഏതിലാണ്? ലിംഗത്തിലാണ്. അതുകൊണ്ടാണ് അതിനും ലീനമായ അർത്ഥത്തെ ഗമിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ള ആശയം കൊടുത്തുകൊണ്ടാണ്. പക്ഷേ നമ്മളതിൻ്റെ തത്വാർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് പോയതാണ്. പോട്ടെ, ഇതാണ് സൂക്ഷ്മശരീരം. അപ്പം തേനാഫ്യ താദശംരാജൻ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധഫ്വ. ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസം എന്നാണ്. ശ്രദ്ധഫ്വന്ത വിശ്വസിക്കൂ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന ആസ്തിക്യ ബോധത്തിൻ്റെ പേരാണ് ശ്രദ്ധയെന്ന്. ഇന്ന് മലയാളത്തിൽ പറയുന്ന ശ്രദ്ധ അല്ല, അറ്റൻഷൻ എന്നുള്ള ഒരർത്ഥം മാത്രമല്ല അതിനുള്ളത്, അല്ലേ? അങ്ങനെയാണ് നമ്മളിന്ന് ആ വാക്കിലാണത് എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം എന്നത്. വിശ്വാസം ഉണ്ടെങ്കിലേ എന്തുള്ളൂ? അറ്റൻഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. അതുകൊണ്ട് വിശ്വാസമാണ് ശ്രദ്ധയ്ക്ക് മൂലകാരണം. ശ്രദ്ധഫ്വ അനനുഭൂതോ അർത്ഥോ എന്ന മനഃഭ്രഷ്ടുമർഹതി. അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നിനെ സ്ഫുരിപ്പിക്കാൻ മനസ്സിന് ശക്തിയില്ല. അനുഭവിക്കാത്ത ഒന്നിനെ കാണിച്ചു തരാൻ ആർക്ക് പറ്റത്തില്ല? മനസ്സിന് പറ്റില്ല. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ ഈ കണ്ടപ്പോൾ അനുഭവിച്ചതാണ് എന്ന് പറയാൻ കാരണം. ഈ ജന്മത്തിലാവണമെന്നില്ല, ഇതിനുമുള്ള ജന്മാന്തരങ്ങളിൽ എവിടെയെങ്കിലും അനുഭവിച്ചതിനെ. അതാണ് അനനുഭൂത. അനുഭവിക്കാത്ത ഒന്നിനെ മനഃ സൃഷ്ടും ന അർഹതി. സൃഷ്ടിക്കാൻ മനസ്സിനെന്തില്ല? അർഹതയില്ല. അനുഭവിക്കാത്ത ഒന്നിനെ എങ്ങനെ മനസ്സ് പറയാൻ പറ്റും? ഇല്ലേ? കാണാത്തതും കേൾക്കാത്തതും അനുഭവിക്കാത്തതും ഒന്നിനും മനസ്സിന് പറയാൻ പറ്റില്ല. അപ്പം മനസ്സിൽ കൂടി ഇത് ബോധ്യപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവം. ഇതും ഒരു പ്രമാണമാണ്. അനുമാന പ്രമാണം കൊണ്ട് എന്ത് ചെയ്യാണ്? ബോധ്യപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ എന്നോ ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വപ്നത്തിൽ കാണാൻ കാരണമായത്. നമ്മൾ പറയും സ്വപ്നത്തിനെങ്കിലും ഒന്ന് കണ്ടായിരുന്നെങ്കിൽ, അതെ, ബാക്കി കാണാൻ പറ്റില്ല, പിന്നെ എവിടെ പറ്റൂ? സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടാൽ അതാണ്. സ്വപ്നത്തിലെങ്കിലും കാണുന്നത്. ഈ എങ്കിലും എന്നുള്ളത് ഇവിടെയുള്ളത് അല്ല, പിന്നെ എന്താണ്? ജന്മാന്തരങ്ങളിൽ കൂടി ഇങ്ങോട്ട് സമ്പാദിച്ച് പ്രയത്നിച്ച് കൊണ്ട് കൂട്ടി വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്താണ് ഈ ശരീരത്തിലുള്ള ഓരോ സംസ്കാരങ്ങളെയും അനുഭവിച്ച ഭാവങ്ങൾ ഉണ്ടാകുന്നു എന്ന് എന്ത് ചെയ്യണം? ശ്രദ്ധ വിശ്വസിച്ചു. ഇനി ഒരു കാര്യം കൂടി എന്തിനും വിശ്വസിക്കണം, അനുഭവിക്കാത്ത ഒന്നിനെയും മനസ്സിന് സൃഷ്ടിക്കാൻ ആവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സ്വപ്നത്തെ ഇങ്ങനെയൊന്ന് കണ്ടു എന്നാണെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്, ഉറപ്പാണ്, അല്ലേ? മഴ പെയ്യാൻ കാരണം എന്താണ്? മഴക്കാറാണ്, അല്ലേ? അപ്പോൾ എന്താണ്? മഴ കൊണ്ട് ആരെ ഊഹിക്കാം? മഴക്കാരനെ. ഈ മഴക്കാറുണ്ട്, ഞാൻ കണ്ടില്ലെന്ന് വരും ചിലപ്പോൾ, പക്ഷേ എവിടെ കാണും? മുകളിൽ കാണും. അതുണ്ടാവാതെ എന്തുണ്ടാവില്ല? മഴയുണ്ടാവില്ല. അപ്പോൾ അതൊരു അനുമാനമാണ്. അത് നമ്മളെന്ത് ചെയ്യുന്ന? അനുഭവിച്ചറിയുന്നതാണ്. ഇത് സത്യമാണ്, ഇല്ലാത്തതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ പലതും ഇങ്ങനെയാണ്, അനുമാന പ്രമാണം കൊണ്ട് നമ്മൾ ഊഹിച്ചറിയും. അതുപോലെ എന്താണ്? ഈ ജന്മത്തിൽ അനുഭവിക്കാത്ത എന്തെങ്കിലും നിങ്ങൾ സ്വപ്നത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനുമുള്ള ജന്മാന്തരത്തിലുള്ളതാണ്. അല്ല, സ്വപ്നത്തെ മനസ്സിന് ഒന്നും ഉണ്ടാക്കിത്തരാൻ പറ്റില്ല. മനസ്സൊരു ഉപകരണമാണ്, അല്ലേ? മനസ്സൊരു ഇൻസ്ട്രുമെൻ്റാണ്. ആ ഇൻസ്ട്രുമെൻ്റ് ഇതിനു മുമ്പ് അനുഭവിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യും? കാണിച്ചു തരും. അത്രയും മാത്രമേ ഉള്ളൂ മനസ്സിൻ്റെ ജോലി. അതൊരു കണ്ണാടി പോലെ നിൽക്കാതെ മാത്രമേ ഉള്ളൂ. ഉള്ളതിനെ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് കാണിച്ചു തരിക. ഇത്രയേ ഉള്ളൂ മനസ്സ്. പുതിയ ഒരെണ്ണം സൃഷ്ടിക്കാൻ ആർക്ക് പറ്റില്ല? മനസ്സിന് പറ്റില്ല. അപ്പോൾ മനസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ മനോരഥത്തിൽ കാണുന്നത് എന്താണെങ്കിലും അതൊക്കെ ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ എന്നെങ്കിലും അനുഭവിച്ചതിൻ്റെ ഒരു പ്രതിസ്ഫുരണമാണ് ഈ കാണുന്നതെന്ന് ഉറപ്പിച്ചു എന്ന് രണ്ടാമത്തെ വിഷയത്തിൽ കൂടി. ഇതാണ് ആദ്യം അനുമാനം കൊണ്ട്, പിന്നെ എന്താണ്? സ്വപ്നം കൊണ്ട്, പിന്നെ സ്വപ്നത്തിലെ അനുഭവങ്ങൾ എന്തു തന്നെയാണ്? യഥാർത്ഥമാണ്. അതെന്താണ്? ഇതിനു മുമ്പുള്ള ജന്മാന്തരങ്ങൾ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം ഉണ്ടാവുള്ളൂ, പക്ഷെ അത്രയും അത് സത്യമല്ലേ? ഉണർന്ന് കഴിയുമ്പോൾ എന്ത് മനസ്സിലാകും? സ്വപ്നം പ്രധാനമില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം എന്ത് തന്നെയാണത്? സത്യമാണ്.
ഞാൻ കണ്ടതല്ലേ? അതെ, കണ്ടതാണ്, കണ്ടത് സത്യമാണ്. ആ സത്യം എങ്ങനെയുണ്ടായി? ജന്മാന്തരങ്ങളിലെ വാസനകൾക്കും ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ എന്താണ്? ജന്മാന്തര വാസനകൾ സംക്രമിച്ച് കിടപ്പുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് അറിയാൻ പറ്റും. ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് അറിയാൻ പറ്റും. ഈ ജന്മത്തിൽ ഒരാൾ ജനിച്ചത് ഏറ്റവും പൈശാചികവും ദുഷ്ടവും ഘോരവുമായ കർമ്മം ചെയ്യുന്ന ഒരു വീട്ടിലാണ് എന്ന് വിചാരിക്കുക. വീട്ടിലാണ് ഇതൊക്കെ ജനിക്കണമെന്ന്. ആ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയുള്ളവരാണ്. കൊലയാളികളാണ്, മൃഗങ്ങളെ കൊല്ലുന്നവരാണ്, മനുഷ്യരെ കൊല്ലുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിലേക്കാണ് ഇയാൾ എന്ത് ചെയ്ത് ജനിച്ചു വന്നത്. ഇങ്ങനെ ജനിച്ചു വന്നപ്പോൾ മുതൽ ഇത് കണ്ടിട്ട് ഇയാളുടെ മനസ്സിലൊരു വിരക്തിയാണ്. ഇത് ശരിയല്ല, ശരിയല്ല, ശരിയല്ല എന്നൊരു തോന്നൽ ഇയാളുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇയാൾ ഇതിന് എതിരാണ്. ഇയാൾ ഇന്ന് പോവുകയില്ല. ഇയാൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ശരിയല്ല, ഇത് എന്താണ്? ഘോരമാണ്, പൈശാചികമാണ്. സത്യം എന്താണ്? ഈശ്വര അനുഭൂതിയാണ്, അവിടേക്കാണ് പോകേണ്ടത് എന്ന് സങ്കല്പിച്ച് ഇയാൾ അമ്പലത്തിൽ പോകാനും തൊഴാനും പ്രാർത്ഥിക്കാനും ജപിക്കാനും ഒക്കെ ആരംഭിച്ചത് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഈ ജന്മത്തിന് കിട്ടുന്നതല്ല. ഇയാളുടെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയതാണോ? അതുമായിരിക്കില്ല. അപ്പം പിന്നെ എവിടെ നിന്ന് കിട്ടി? ഇതിനു മുമ്പുള്ള ഏതോ ജന്മാന്തരത്തിലെ വാസന അല്പമായി ഇയാളുടെ നാഡിഞരമ്പിൽ കൂടി പ്രവഹിച്ചു വന്നത് ഇയാൾ ഇപ്പം അനുഭവിക്കണം. കാരണം പ്രത്യേകിച്ച് അങ്ങനെ എത്രയെടുത്ത് നമ്മൾ കാണുന്നുണ്ട് കാഴ്ച. നമ്മൾ തന്നെ വീടുകളിൽ പോലും പലപ്പോഴും ഇത് കാണാറില്ല. അപ്പോൾ ഇതൊക്കെ അനുമാനം കൊണ്ട് നിശ്ചയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താൻ പറയാൻ പോകുന്ന സൂക്ഷ്മ ശരീരവും കാരണശരീരവും സത്യമാണ്, ഉള്ളതാണെന്ന് എന്ത് ചെയ്യണം? രാജാവിനെ ബോധ്യപ്പെടുത്തണം. ഇതാണ് ആരുടെ ജോലി? നാരദൻ്റെ ജോലി. നമ്മളെയും ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. പറ്റുമോയെന്നറിയില്ല. എന്തായാലും അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സത്യം എന്ന് ഒന്നറിഞ്ഞിരിക്കാൻ. ശ്രദ്ധസ്വ അനനുഭൂതോ അർത്ഥോ ന മനഃസ്രഷ്ടും അർഹതി. മനേവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തഥൈവ ന ഭവിഷ്യതാം. മനയേവ മനുഷ്യസ്യ പൂർവരൂപാണി ഇതൊക്കെ മനസ്സിനെക്കുറിച്ചാണ്. ഈ നാരദൻ പറയുന്ന ഒരു 10-18 ശ്ലോകങ്ങളിൽ 10ഓളം ശ്ലോകം മനസ്സിനെക്കുറിച്ചാണ്. മനസ്സിനെക്കുറിച്ച് പഠിക്കാത്ത ഋഷിമാർ ഭാരതത്തിൽ ആരുമില്ല. 10 ഉപനിഷത്തിൽ 7 ഉപനിഷത്തും മനസ്സിനെക്കുറിച്ച് പറയുന്നു. എങ്ങനെ മനസ്സുണ്ടാകുന്നു, എങ്ങനെ മനസ്സ് നിലനിൽക്കുന്നു, എങ്ങനെ മനസ്സ് ലയിക്കുന്നു, മനസ്സിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചാൽ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായിട്ട് മാറാൻ പറ്റും ഈ ഉപനിഷത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും മനസ്സിനെ കുറിച്ച് പഠിച്ചാൽ. പക്ഷേ നമ്മൾ മനസ്സിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഫ്രോയിഡിൻ്റെ പുസ്തകം വരുത്തിയിട്ട് വായിച്ചു നോക്കും. കാരണം അദ്ദേഹത്തിനെ അറിയൂ എന്താണ് മനസ്സിനെ കുറിച്ച് അല്ലേ. അദ്ദേഹമൊക്കെ കാണുന്ന എത്രയോ കാലം മുമ്പ് ആര് കണ്ടു? നമ്മുടെ ഋഷിമാർ. ഒരു ഉപകരണവും ഇല്ലാത്ത കാലത്ത് ഇത് കണ്ടുപിടിച്ചതാണ്. മനസ്സിനെ കുറിച്ച് ഇത്ര സുദൃഢമായി പഠിച്ച് സമർപ്പിക്കാൻ പറ്റുന്ന മറ്റാരും ഉണ്ടാവില്ല. ഈ ഒരു 8-10 ശ്ലോകം മുഴുവൻ എന്താണ്? മനസ്സിനെ കുറിച്ചാണ്. മനസ്സിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന സംശയങ്ങളെല്ലാം തീരത്തക്കമുണ്ട്. സംശയം ഉണ്ടാകുന്ന എവിടെയാണ്? മനസ്സിലെ അല്ലേ. അതിനെക്കൂടി തീർക്കാനാണ് ഈ മനോവിജ്ഞാനീയം നമുക്ക് ഇവിടെ നൽകുന്നത്. മനയേവ മനുഷ്യസ്യ പൂർവ്വരൂപാണി ശംസതി. കഴിഞ്ഞ രൂപങ്ങളെയൊക്കെ ഇനിയും വരാൻ പോകുന്നതുമൊക്കെ മനുഷ്യന് ഉപദേശിച്ചു തരുന്നത് മനസ്സാണ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും ഏതിൽ കൂടിയാണ്? മനസ്സിൽ കൂടിയാണ്. മനയേവ മനസ്സ് തന്നെയാണ് മനുഷ്യസ്യ മനുഷ്യൻ്റെ പൂർവ്വരൂപാണി ശംസതി. മനുഷ്യൻ്റെ പൂർവ്വരൂപങ്ങളെ നമുക്ക് ഉപദേശിച്ചു തരുന്നത് എന്ത് തന്നെയാണ്? മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ വൃത്തിഭേദങ്ങളെ കൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളെയും ശുഭാശുഭങ്ങളെയും ഇനിമേലുണ്ടാകാൻ പോകുന്നതോ ഇല്ലാതാകുന്നതോ ആയ ജന്മത്തെക്കുറിച്ചു ആർക്ക് പറയാൻ പറ്റും? മനസ്സിന് പറയാൻ പറ്റും. ഇതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. കഴിഞ്ഞത് പറയാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പറയാം. നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കൊണ്ടാണ്. ഇന്നലെ വരെയുള്ള നമ്മൾ അനുഭവങ്ങൾ മുഴുവൻ പറയുമ്പോൾ 10 വർഷം നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായില്ലേ, ഇന്നിടത്ത് ഇത് പറയുമ്പോൾ ഇനിയും ഇയാൾ ഭാവി പറയുന്നത് എന്താവും? ശരിയായി. കാരണം ഇതുവരെയുള്ള അനുഭവം സത്യമാണെങ്കിൽ ഇനിയും ഭാവി പറയുന്നത് എന്തായിരിക്കും?
ഇതാണ് നമ്മൾ ഏതിൽ വിശ്വസിക്കുന്നത്? ജ്യോതിഷത്തിൽ. അതുകൊണ്ട് ജ്യോതിഷം ആദ്യം പറയുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അത്ഭുതം, ഇതെങ്ങനെ ഇയാൾ അറിഞ്ഞു? നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ് ഇത് സത്യമാണെന്ന് നമ്മളെക്കൊണ്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാം? ഭാവി. അപ്പം മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഭവിഷ്യതശ്ച, ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ചും ഭദ്രം തേ തഥൈവ, അതെല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കണം അങ്ങേക്ക്. അതുകൊണ്ട് ഈ അറിവ് കൊണ്ട് മംഗളം ഉണ്ടാകട്ടെ. തേ മംഗളം, അങ്ങേക്ക് മംഗളം ഉണ്ടാകട്ടെ. ഏതുകൊണ്ട്? ഈ അറിവ് കൊണ്ട്. കാരണം ഇതുവരെ കഴിഞ്ഞ മനസ്സിൻ്റെ വൃത്തിഭേദങ്ങൾ, മനസ്സിന് ഒത്തിരി വൃത്തിഭേദങ്ങളുണ്ട് അല്ലേ? അനേക തരത്തിലുള്ള വൃത്തിഭേദങ്ങൾ. അതൊക്കെ യോഗശാസ്ത്രങ്ങളൊക്കെ വിസ്തരിച്ച് പറയും. വൃത്തയ പഞ്ചതൈവ, വൃത്തികൾ 5 അതിൽ എന്താണ്? ഒന്ന് ക്ലേശിക്കുക, ഒന്ന് സന്തോഷിക്കുക, ഒന്ന് സംശയിക്കുക. ഇതൊക്കെ ആരുടെ വൃത്തികളാണ്? മനസ്സിൻ്റെ വൃത്തി. എന്താ? ക്ലേശിക്കുക, ദുഃഖിക്കുക ആരുടെ വൃത്തിയാണ്? മനസ്സിൻ്റെ വൃത്തി. സന്തോഷിക്കുക ആരുടെ വൃത്തിയാണ്? സംശയിക്കുക ആരുടെ വൃത്തിയാണ്? മനസ്സിൻ്റെ വൃത്തിയാണ്. ഇതെല്ലാം ഒറ്റ മനസ്സിൻ്റെ ജോലിയാണ്. ഒരു മനസ്സിൻ്റെ പല ഫങ്ഷനുകളിൽ ഓരോന്നാണ് ഇതെല്ലാം. ഒരേ മനസ്സുകൊണ്ട് എന്തു ചെയ്യും? ദുഃഖിക്കും. അതേ മനസ്സുകൊണ്ട് എന്തു ചെയ്യും? സുഖിക്കുകയും ചെയ്യും. നല്ല സുഖം അനുഭവിക്കും. അതിന് കാരണം എന്താണ്? ഈ മനസ്സ്. അപ്പം ഞാൻ കുറച്ച് മുമ്പ് ദുഃഖിച്ചു, അതും ഈ മനസ്സുകൊണ്ട് തന്നെ. ഇനിയും ഒരാളെക്കുറിച്ച് അതിഭയങ്കരമായ സംശയം, അതെവിടെ ഉണ്ടാവുക? മനസ്സുണ്ടാകും. ഈ സംശയം മാറുന്ന എവിടെയാണ്? അതും മനസ്സിൽ. നോക്കൂ, മനസ്സിൻ്റെ ഫങ്ഷനുകൾ എത്ര തരത്തിലാണ്. ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അത് യോഗവാസിഷ്ഠത്തിൽ ഓരോന്നിനെക്കുറിച്ചും വിസ്തരിച്ച് പറയും. എന്തൊക്കെയാണ് മനസ്സിൻ്റെ ഫങ്ഷനുകൾ, അതിൻ്റെ പ്രവൃത്തികൾ, അതെന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് അടിവരയിട്ട് വൃത്തിയായിട്ട് എടുത്ത് പറയുന്നത്. എപ്പോഴെങ്കിലും എന്താണ് യോഗവാസിഷ്ടം ഒന്ന് പഠിക്കാനോ വായിക്കാനോ നിങ്ങൾക്ക് ഇട കിട്ടിയാൽ കുറച്ചുകൂടി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമാക്കാൻ പറ്റും. ഞാൻ ചില വെളിച്ചങ്ങൾ അവിടുത്തെ മാത്രമേ ഉള്ളൂ. ഇവിടെ യോഗവാസിഷ്ടം പഠിപ്പിക്കലല്ലോ, ഉപനിഷത്ത് പഠിപ്പിക്കലോ അല്ല. പിന്നെ അതിൽ നിന്ന് ഇവിടത്തേക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഞാൻ കോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഒന്ന് ഇവിടത്തേക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ജന്മത്തിൽ ഒരുവൻ്റെ മനസ്സിൽ ഏറ്റവും അധികം പ്രകാശിക്കുന്നത് ഒന്നുകിൽ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തയാവാം. ഈ ജന്മത്തിൽ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത, സുഖഭോഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് വിട്ടിട്ട് ധർമ്മബോധത്തെക്കുറിച്ചുള്ള ചിന്ത അതുകൊണ്ടാവാം അല്ലേ? വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ ഈ എന്നറിഞ്ഞാൽ ഇതിന് കാരണമായ ഒരു അഭ്യാസം എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെ ചിന്തിക്കാൻ മനസ്സിനെ പ്രേരിപ്പിച്ച ഒരു അഭ്യാസം, ഒരു പാഠം എവിടെ നിന്ന് കിട്ടി? അത് ജന്മാന്തരത്തിലെ എന്താണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ കിട്ടിയെന്ന് പറയാം. അതെവിടെ നിന്ന് കിട്ടി? ഇപ്പോൾ ഈ ജന്മത്തിലില്ല. ഈ ജന്മത്തിലില്ലെങ്കിൽ പിന്നെ എന്താണ്? മറ്റുള്ള ജന്മങ്ങളിൽ നിന്നും കടം കൊണ്ട് സ്വീകരിച്ച് വന്നതാണെന്ന് അനുഭവിക്കാനേ പറ്റുള്ളൂ. നേരിട്ട് കാണാൻ പറ്റത്തില്ല. ഇനിയുള്ള ജന്മങ്ങളൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് അതില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല എന്നാണല്ലോ ഇതുവരെ പറഞ്ഞത്. അദൃഷ്ടമായത് പലതും എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ജന്മാന്തരങ്ങൾ ഉണ്ടായിരുന്നെന്നും അതിൽ കർമ്മങ്ങൾ ഉണ്ടായിരുന്നെന്നും ആ കർമ്മത്തിൻ്റെ വാസനകൾ ഒരു ചെറിയ എന്താണ് കാറ്റിൽ കൂടി മണം പോകുന്നത് പോലെ, അത്രയേ ഉള്ളൂ വാസന. മണത്തിന് എന്ത് പേരുണ്ട്? വാസന എന്ന് പേരുണ്ട് അല്ലേ? മണത്തിന് വാസന എന്ന് പേരുണ്ട്. അത് എന്തിൽ കൂടിയാണ് പോവുക? കാറ്റിൽ കൂടിയാണ് ഈ വാസന പോകുന്നത്. അതേപോലെ ഇതിനു മുമ്പുള്ള അനുഭവിച്ചിരിക്കുന്ന പല കർമ്മങ്ങൾ ഈ മുമ്പ് പറഞ്ഞ ഫൗല തേജസ് എന്ന ആ ഒരു ശക്തിയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഉള്ളിൽ പ്രവേശിച്ച് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? അത് ഉറപ്പുള്ളതാണ്. ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ചറിഞ്ഞ് തെളിയിച്ചു വെച്ച കാര്യമാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് പോവാത്തത് നമുക്കൊന്നും അറിയില്ലെന്ന് മാത്രം. ഇന്നത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഈ സിലബസുകളൊന്നും ഒരിക്കലും പഠിപ്പിക്കില്ല. അപ്പോൾ ഇന്നത്തെ ആൾക്കാരെങ്ങനെ അറിയും? അവർക്ക് പാശ്ചാത്യ ലോകം തന്ന അറിവ് മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. ഭാഗവതം പഠിപ്പിക്കാൻ വെച്ചാൽ പ്രശ്നമാകും അല്ലേ? ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്കോ പി ജിക്കോ ഭാഗവതത്തിലെ ഈ ഒരു ടോപ്പിക്ക്, ഈ നാരദൻ്റെ ഈ 18 മന്ത്രങ്ങൾ എന്താണ്, ഈ 18 ശ്ലോകം ഒരു ടോപ്പിക്കായിട്ട് അവരുടെ പഠിപ്പിക്കാൻ പറ്റാൽ എന്താണ്, ഫിലോസഫിയോ അല്ലെങ്കിൽ എന്താണ് സൈക്കോളജിയിലോ ഒരു പേപ്പർ പഠിപ്പിക്കാൻ വെച്ചാൽ ആരെങ്കിലും സമ്മതിക്കോ? വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും. ഇത് മാത്രം വെച്ചാൽ മതി.
മുഴുവനും വേണ്ട, ഒരു 10-15 ശ്ലോകം. അത് ഈ കുട്ടികൾ പഠിക്കട്ടെ. പഠിക്കുമ്പോഴാണ് അവർക്ക് ഭാരതത്തിൻ്റെ മനഃശാസ്ത്രത്തിനുള്ള ആദരവും ബഹുമതിയും കൂടുന്ന അവിടെയാണ്. ഇത് മാത്രമല്ല, കയ്യിലുള്ളതെന്നൊരു തിരിച്ചറിവ്, നമ്മുടെ ഭാരതത്തിനുള്ള സംസ്കാരത്തിനുള്ള ആളുടെ അടിയുറച്ച വിശ്വാസം, ഇതൊക്കെ ആർക്കുണ്ടാകും? വരുന്ന തലമുറക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ അവർ ദുഷ്ടകർമ്മങ്ങളിലേക്ക് പോവില്ല, ഘോര കർമ്മങ്ങളിലേക്ക് പോവില്ല. ചേട്ടൻ അന്യനെ കൊല്ല, അന്യൻ ചേട്ടനെ കൊല്ല, ഭാര്യ ഭർത്താവിനെ കൊല്ല, ഭർത്താവ് ഭാര്യയെ കൊല്ല, മക്കൾ അച്ഛനും അമ്മയും കൊല്ലില്ല, അച്ഛനും അമ്മയും മക്കളെയും കൊല്ലില്ല. ഇന്നിപ്പോൾ ഇതല്ലേ ഉള്ളൂ, എന്നും പത്രത്തിൽ കാണും, എല്ലാ ദിവസവും. എന്താണ് കാരണം? ഈ സംസ്കാരം ശരിയാവാത്തത്. അതിന് ഏറ്റവും നല്ല മാർഗം ഇത് കുറേശ്ശെ പഠിപ്പിക്കാൻ. ഏതെങ്കിലും ഒരു സിലബസിൽ കുറേശ്ശെ. ഇതില്ലെങ്കിൽ അനൗപചാരികമായിട്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് എന്തെങ്കിലും കേന്ദ്രങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതിന് സമയം അധികരിച്ചിരിക്കുക. ഇനി അല്പം പോലും വൈകരുത്. ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് മുകളിലേക്ക് വളർന്നു വരുന്ന കുട്ടികളിൽ ദുർവാസനകൾ ഘനീഭവിച്ച് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. നമുക്കറിയാം ഇത് കഷ്ടമാണ്, ശരിയല്ലെന്ന് നമുക്കറിയാം. പക്ഷെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. പറ്റിയെടുക്കാൻ ഒറ്റ ഉപായമുള്ളൂ, ഭാഗവതം പറഞ്ഞതാണ്. ഇത് കുറേശ്ശെ അവരിലേക്ക് കൊടുക്കൂ. അപ്പോൾ അവർക്ക് ഇതിനുള്ള അഭിമാനം ഉണ്ടാകും. അഭിമാനം ഉണ്ടായാൽ പിന്നെ അവരെ തിരിച്ച് മറ്റേലേക്ക് പോവില്ല എന്നുറപ്പാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് നമ്മൾ പണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇടക്കാലത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, ആർക്കുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും തോന്നിയത് നിങ്ങളുടെ മുൻ ജന്മത്തിൽ സമ്പാദിച്ചിരുന്ന വാസനയുടെ പരിണത ഫലം കൊണ്ടാണ്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വരുപോലെ ഇല്ല. അപ്പം നിങ്ങളുടെ എന്തുണ്ടായിട്ടുണ്ട്? ജന്മാന്തര വാസനകൾ എന്താണ് പരിണമിച്ച് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഈ സ്ഥൂല ശരീരം എന്താണ് വഹിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഈ ശരീരം അലങ്കരിച്ച് കെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കല്ലേ? എന്തിനാണ് ഇത് കേൾക്കാൻ? ഭയങ്കര ഭാരമുള്ളതുകൊണ്ട്, ചലിക്കാത്തതുണ്ട്, അനങ്ങാത്തതുണ്ട്, വിഷമമുള്ളതുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് ഒരുങ്ങി പൊതിഞ്ഞ് ഇട്ട് റെഡിയാക്കി ഇവിടെ കൊണ്ട് കസേരയിൽ ഇരിത്തിരിക്കുകയാണ്. കേട്ടോളൂ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത്? നിങ്ങളുടെ ജന്മാന്തരത്തിലുള്ള വാസനകളാണ്. അപ്പം ഇനിയും വരുന്ന തലമുറകൾക്ക് ഈ ജന്മാന്തര വാസന കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവരിലേക്ക് ഇത് സംക്രമിക്കാൻ പറ്റണം. നമ്മൾക്ക് നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ അല്ലെങ്കിൽ എന്താണ് മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അന്ന് നമുക്ക് പറഞ്ഞു തന്ന എന്തെങ്കിലും ചില കാര്യങ്ങളുടെ പരിണത ഫലമാണ് നമ്മളിപ്പോഴും ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ കാരണം. അല്ലെങ്കിൽ നമ്മളൊന്നും വരില്ല. അവർ ഈ കഥയൊക്കെ പണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിൽ വാസനാരൂപത്തിൽ അടിഞ്ഞു കിടപ്പുണ്ട്. അത് സൂക്ഷ്മ ശരീരത്തിലുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ സൂക്ഷ്മ ശരീരത്തിൽ ദുർവാസനകൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ്? ഹിരണ്യാക്ഷനെ പോലെയോ ഹിരണ്യകശിപുവിനെ പോലെയാവും. അതല്ലേ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇതിൽ നമുക്കൊരു മാറ്റം വരുത്താൻ ഈ പാഠങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? ഉപകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചിട്ട് സാർത്ഥകമാവുള്ളൂ. ഒരുപക്ഷെ ആദ്യമൊന്നും ഈ കുട്ടികളെ കേൾക്കില്ലായിരിക്കും. പല പ്രാവശ്യം പറയുക, പല പ്രാവശ്യം വീണ്ടും 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 ആവർത്തിച്ച് പറയുമ്പോൾ ചില നിമിഷം എന്താണ് അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ മാത്രം കയറാൻ കാരണമാകും. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്തരുത്. 2, 3, 4 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല, ഇനി ഞാൻ പറയാൻ പോയില്ല എന്ന് പറയരുത്. വിതുരർ ധൃതരാഷ്ട്ര ഉപദേശിച്ചത് 100 പ്രാവശ്യമാണ്. വിതുരക്ക് വേണമെങ്കിൽ പറയായിരുന്നു, ഞാൻ എത്ര കാലം ഇങ്ങനെ ഉപദേശിച്ചു, എൻ്റെ ചേട്ടനാണ്, ഒന്നും കേൾക്കുന്നില്ല, ഇനി ഞാൻ ഇയാളോട് ഒന്നും പറയില്ല എന്നാരും വിചാരിച്ചില്ല. വിതുരർ യുദ്ധത്തിൻ്റെ തലേന്ന് രാത്രിയിലും ചെന്നു ഉപദേശിക്കാൻ. ഇതങ്ങ് മതിയാക്കൂ, ഇത് മതി. എപ്പോഴാണ് കേൾക്കാനുള്ള മനസ്സുണ്ടാകുന്ന അറിയില്ലല്ലോ. ഉപദേശകന്മാരുടെ ജോലി എന്ത് ചെയ്യണം? ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? നിർത്തരുത്. ഏത് മൂഡിലാണോ ഇവൻ കേൾക്കാൻ പാകമാകുന്നത് അപ്പോൾ കേൾക്കും, അന്നേരം കേട്ടാൽ മതി. ആദ്യം അതൊന്നും കേട്ടില്ല, അതിനുള്ള ദേഷ്യമായി, വിരോധമായി, ദൂരെ മാറി, ഓടിപ്പോയി, പൊക്കോട്ടെ. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എന്നും സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യരുത്? പിന്തിരിയരുത്. ആരെ ഓർക്കണം? വിതുരരെ ഓർക്കണം. വിതുരർ പിന്തിരിഞ്ഞു പോയില്ല. പിന്നെയും 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 ഈ ചേട്ടൻ ശരിയാകുന്നവരെ എന്ത് ചെയ്യും? ഞാൻ ഉപദേശിക്കും. അതെൻ്റെ ഒരു കടമയാണ് എന്ന് വിചാരിച്ചു വരെ നമുക്കും പറ്റും. ഇവരൊക്കെ എന്ന് ശരിയാകുന്നു അതുവരെ എൻ്റെ ജോലി എന്താണ്? ഇതിങ്ങനെ ചൊല്ലി കേൾപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എപ്പോഴാണോ കേൾക്കുന്നറിയില്ല, കേൾക്കാൻ പറ്റുന്നത് കേട്ടോട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കേട്ടത് ഈ വരുന്ന തലമുറയ്ക്ക് ഇനിയും ഈ അപകടത്തിന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കുറേശ്ശെ അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം.
അതുകൊണ്ടാണ് ഈ അഭ്യാസം എന്ന് വെച്ചാൽ നിരന്തരാവൃത്തി അഭ്യാസം എന്നാണ്. നിരന്തരമായ ആവൃത്തിയുടെ പേരാണ് അഭ്യാസം. ആവർത്തിക്കുന്നതിൻ്റെ പേരാണ് അഭ്യാസം. അഭ്യാസം കുറഞ്ഞാൽ വിദ്യ കുറയ്ക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് അല്ലേ? 10 പ്രാവശ്യം പഠിച്ച ഭാഗവതം പിന്നെയും പഠിക്കില്ലേ? അല്ലേ? ഞാൻ 50 പ്രാവശ്യം ഈ ഭാഗവതം വായിച്ചതാണ്, ഇനി നിർത്താൻ പോകുന്ന ആരെങ്കിലും പറയുമോ? ഇല്ല. കാരണം എന്താണ്? ഇതൊരു അഭ്യാസമാണ്. നിരന്തരാവൃത്തി. നിരന്തരമായി എന്ത് ചെയ്യണം? ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ പേരാണ് അഭ്യാസം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഈ അഭ്യാസത്തെ എന്ത് ചെയ്യണം? ഒരിക്കലും നശിപ്പിക്കാതെ നിലനിർത്തി കൊണ്ടുപോകലാണ് നമ്മുടെ കടമ. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ഓരോ തരത്തിലുള്ള വൃത്തികൾ, ഈ ജന്മത്തിലുണ്ടാകുന്നതും പ്രകാശിക്കുന്നതുമായ വൃത്തികൾ, അതിൻ്റെ കാരണമായ പൂർവ്വജന്മത്തിലെ അഭ്യാസം, പൂർവ്വജന്മത്തിൽ നിന്നും അഭ്യസിച്ചു വന്നു ചേർന്ന ആ അഭ്യാസത്തെ നന്നായി അറിഞ്ഞിട്ട് ഇപ്പോഴത്തെ അഭ്യാസം അനുസരിച്ചായിരിക്കും ഇനി മേലും ജന്മം ഉണ്ടാകുമ്പോൾ. നമുക്കും അങ്ങനെ ആയിരിക്കും വരാൻ പോവാം അല്ലേ? ഇപ്പം നമ്മളുടെ ഈ അഭ്യാസം എന്താണ്? ആവർത്തിച്ചുള്ള ഈ ചൊല്ലി ഉറപ്പിച്ച് പഠിക്കൽ, ഇതാണ് അഭ്യാസം. ഈ അഭ്യാസമാണ് ഇനി നമ്മുടെ അടുത്ത ജന്മത്തിന് കാരണമാകാൻ പോകുന്നത്. അപ്പം ഈ ജന്മത്തിൽ മുഴുവൻ സമയവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ആയിട്ട് നടന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇനിയും ജന്മം ഉണ്ടാവാം. അടുത്ത് കിട്ടുന്ന ജന്മം ചിലപ്പം 8, 10, 15, 30 വർഷം കൊണ്ട് ശങ്കരാചാര്യരെ പോലെയോ വിവേകാനന്ദനെ പോലെയോ ഒക്കെ ആയിത്തീരാം. ഇനിയും ഇതില്ലെങ്കിൽ എന്താകും? ഒരു ഘോരനായ ഹിംസകനായിട്ട് നമുക്ക് മാറാം, അല്ലെങ്കിൽ ഒരു പുലിയായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു സിംഹമായിട്ട് മാറാം അല്ലേ? ഇതൊക്കെയല്ലേ എന്താണ് നമ്മുടെ പൂന്താനം പാടിയത് അല്ലേ? ഈച്ചയും പൂച്ചയും പുഴുവും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം? ജന്മാന്തരങ്ങൾ മാറി വരുന്നത് ഇപ്പോഴത്തെ സംസ്കാരം കൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴേ നല്ലത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇനി വരുന്ന ജന്മത്തിൽ എന്തേ ഉണ്ടാവൂ? നല്ലതുണ്ടാവുള്ളൂ. ഇതാണ് പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങൾ ഇനി വരാൻ പോകുന്നതിൻ്റെയും പറഞ്ഞത്. ഭവിഷ്യതശ്ച, കഴിഞ്ഞു പോയതിനെയും വരാൻ പോകുന്നതിനെയും ഉറപ്പിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? മനസ്സിനുണ്ട്. മനസ്സാണ് അതിന് കാരണക്കാരൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി വരാൻ പോകുന്നത് നന്നായിരിക്കണം എന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ ആർക്ക് പറ്റും? മനസ്സിനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതിനെക്കുറിച്ചും അതാണ് ഭവിഷ്യതശ്ച. അതേപോലെ എന്താണ്? പൂർവ്വരൂപാണിച്ച ശംസതി, പൂർവ്വരൂപങ്ങളും ഇനി വരാൻ പോകുന്നതിനെയും എന്തു ചെയ്യും? ഉപദേശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ജന്മത്തിൽ എന്തു ചെയ്യണം? അല്ലയോ രാജാവേ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ചിന്തിക്കേണ്ട. ഗതം സർവം ഉപേക്ഷണീയം അല്ലേ? പോയതൊക്കെ പോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ. ഗതം സർവം ഉപേക്ഷണീയം, ആയാതമായാതം അപേക്ഷണീയം. ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ചാണ് നമുക്ക് അപേക്ഷിക്കേണ്ടത്. അപേക്ഷണത്തിന് ആശ്രയം എന്നാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഇനിയുള്ളതിന് ഇനി അല്പം കിട്ടിയാലും മതി. ഇനിയുള്ള സമയം എത്രയുണ്ടെന്ന് അറിയില്ല, അല്പസമയമായാലും മതി അല്ലേ? ഖട്വാങ്കു ഖടികദ്വയേന അല്ലേ? യാമാർത്ഥത പിങ്കളയ്ക്ക് യാമാർത്ഥം മതിയായിരുന്നു, ഖട്വാങ്കൻ 2 മണിക്കൂർ മതിയായിരുന്നു. സപ്താഹേന നൃപ പരീക്ഷിത രാജാവിന് 7 ദിവസം മതിയായിരുന്നു. അബ്ദാർത്ഥേന ഹരിം പ്രസന്ന മകരോദ ഔത്താനവാദി ശിശു, ഉത്താനവാദൻ്റെ പുത്രനായ ധ്രുവന് 6 മാസം മതിയായിരുന്നു. പരീക്ഷത്തിന് 7 ദിവസം മതിയായിരുന്നു. പിങ്കളയ്ക്ക് യാമാർത്ഥം മതിയായിരുന്നു. ഖട്വാങ്കന് 2 മണിക്കൂർ. എങ്കിൽ 90 പ്രായോപിതം നവ്യഥേ, 90 വയസ്സായ എനിക്കൊരു വ്യഥയുമില്ല. ശേഷായുഷാതോഷേ, എൻ്റെ ബാക്കി അവശേഷിക്കുന്ന ആയുഷ് 1 മിനിറ്റേ ഉള്ളെങ്കിലും ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതുകൊണ്ട് പലരും പറയും, ഓ ഇത്രയും കാലം ഇതൊന്നും പറ്റിയില്ല, ഞാൻ ഈ ദുഷ്ടകർമ്മമൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞു പോയതേ ഉള്ളൂ, ഈ ജന്മം ഇങ്ങനെ പോട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. ഈ ജന്മത്തെ നന്നാക്കാൻ ചിലപ്പോൾ 1 മിനിറ്റ് മതിയായിരിക്കും. പിങ്കള എത്ര ദുഷ്കർമ്മം ചെയ്തിട്ടും അവൾക്ക് എന്ത് വേണ്ടി വന്നുള്ളൂ? ഒറ്റ രാത്രിയിൽ 1/2 മണിക്കൂർ കൊണ്ട് ഈ ചിത്രം താഴെ വീണ് കണ്ടപ്പോൾ ചിന്തിച്ചതാണ്. ആര്? പിങ്കള അല്ലേ? തൻ്റെ വേശ്യയായ തൻ്റെ കിടക്കമുറിയിൽ
ഓരോരോ കാമുകന്മാർക്ക് വേണ്ടി കിടക്ക വിരിച്ചൊരുക്കി കാത്തിരുന്ന ഈ പിങ്കള ഒരു ദിവസം രാത്രിയിൽ ഒരാളും വന്നില്ല, ഒരൊറ്റ കാമുകന്മാരും വന്നില്ല. വന്നാൽ കാശ് കിട്ടും ധാരാളം ഓരോരുത്തരിൽ നിന്നും. ഇതായിരുന്നു ആരുടെ ഉദ്ദേശം? പിങ്കളയുടെ ഉദ്ദേശം. അതുകൊണ്ട് ഓരോരുത്തർക്ക് വേണ്ടി മാറി മാറി കിടക്ക വിരിച്ച് ഒരുക്കി കാത്തിരുന്ന പിങ്കള അന്ന് 12 മണിയായി, 1 മണിയായി. അപ്പോൾ പിങ്കള ചോദിക്കുന്നുണ്ട്, കാശില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാത്തത്. കാശില്ലെങ്കിൽ എന്താണ്? ഹുണ്ടികയ്ക്ക് ഏതിളവെങ്ങാനുമുണ്ടല്ലോ, കൊണ്ടിടാം വായ്പയായി വിത്തമാർക്കും. ബാങ്കില്ലേ, ലോണെടുത്തോണ്ട് പോകാൻ പറയുന്നത്. ഹുണ്ടികയ്ക്ക് ഏതിളവ് എങ്ങാനും ഉണ്ടല്ലോ, കൊണ്ടിടാം വായ്പയായി വിത്തമാർക്കും. ആർക്കെങ്കിലും കടം മേടിച്ചുകൊണ്ട് വന്നാൽ പോരെ, പിന്നെ കൊടുത്താൽ പോരെ. ഇങ്ങനെ ചിന്തിച്ച പിങ്കള ആ രാത്രിയിൽ ആരും വരാതെ ഇരുന്നപ്പോൾ വാതിൽ തുറന്നിട്ട് നോക്കിയിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞപ്പോൾ ആ മിഥില രാജധാനിയിലെ എല്ലാ വീടുകളിലും ഫീതയുടെ ചിത്രം തൂക്കിയേക്കും. അത് അലിഖിതമായ നിയമമാണ്. ഏത് ദുഷ്ടന്മാരുടെ വീട്ടിലാണെങ്കിലും ആരുടെയാണ് ഫീതയുടെ ചിത്രം വയ്ക്കണം നിർബന്ധമുണ്ട്. അങ്ങനെ പിങ്കളയുടെ കിടക്കമുറിയിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആരുടെ? ഫീതയുടെ. 12 മണി കഴിഞ്ഞപ്പോൾ ഒരു പല്ലി അതിലെ ചാടിപ്പോയിട്ട് ആ ചിത്രം താഴെ വീണ് എന്താണ്? താൻ ഒരുക്കി വെച്ച കിടക്കയിലാണ്. താഴെ വീണ് അതിൻ്റെ ചില്ലുകളൊക്കെ ഉടഞ്ഞ് താഴെ വീണ് ആളുടെ ചിത്രം തിരിച്ചു നോക്കിയപ്പോൾ ഫീതയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു. ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ മനസ്സ് മുഴുവൻ ഫീതയിലേക്ക് പോയി. പതിവ്രതയായിട്ട് മാറി. ആരെ? പിങ്കള. ഇത്രയല്ലേ വേണ്ടുള്ളൂ. ഞാൻ ഇത്ര കാലവും ഇത്രയധികം എന്താണ് പുരുഷന്മാരെ വശീകരിച്ച് അനുഭവിച്ചവളായ എനിക്കിനി യോഗ്യതയുണ്ടോ? പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു നല്ല പൂമാലയുമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ശ്രീരാമക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുന്ന പിങ്കളയാണ് ആ നാട്ടിലെ ജനങ്ങൾ കണ്ടത്. അവർ അത്ഭുതപ്പെട്ടു പോയി. യാമാർത്ഥത പിങ്കള. ഇത്രയല്ലേ വേണ്ടുള്ളൂ. അതുകൊണ്ട് പ്രായമായിപ്പോയി, ഇത്രയും കാലമൊന്നും നല്ല ചെയ്തില്ല, ഒന്നും വിഷമിക്കാനില്ല. എന്ത് ചെയ്താൽ മതി? ഇനിയുമുള്ള ഒരു നിമിഷമെങ്കിൽ അത് ഇവിടേക്ക് സമർപ്പിക്കാൻ പാകമായ. അതാണ് ഈ ജന്മത്തിൽ ചെയ്യുന്ന ഓരോ സത്കർമ്മങ്ങളുമാണ് ഇനിയും വരാൻ പോകുന്ന ജന്മാന്തരങ്ങളിലേക്ക് കാരണമായി തീരുന്നത് എന്ന് ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് നമുക്ക് പഠിച്ച് അറിയാൻ പറ്റും. അവ ഭാഗവതം രണ്ടാമതെടുക്കുന്ന ഉപദേശമാണ്, കഴിഞ്ഞതും വരാൻ പോകുന്നതും. അപ്പോൾ കഴിഞ്ഞതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എങ്കിൽ ഇനിയും അനുഭവിക്കുന്നതും എന്താണ്? ഇപ്പോൾ അനുഭവിച്ചതിൻ്റെ ഫലം തന്നെയായിരിക്കും. ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം? ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചാൽ ജന്മം സുഭദ്രമാകും. മംഗളം തേ, താങ്കൾക്ക് മംഗളമുണ്ടാകട്ടെ എന്നിവിടെ ഈ രാജാവിനെ ആശംസിക്കുകയാണ് ആര്? നാരദ മഹർഷി. മനേവ മനുഷ്യസ്യ പൂർവ്വരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ ദൈവത ഭവിഷ്യതാം അദൃഷ്ടമശ്രുതം ചാത്ര ക്വചൻ മനഫി ദൃശ്യതേ യഥാ തഥാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. ദേശകാലക്രിയകളെ ആശ്രയിക്കുന്നതും ദേശം, കാലം, ക്രിയ, ഈ മൂന്നിനെ ആശ്രയിക്കുന്നതും ആയ ഓരോ തരത്തിലുള്ള സുഖദുഃഖങ്ങൾ എവിടെ ഉണ്ടാവും? മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ ദേശത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് കാലത്തെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്രിയയെ ആശ്രയിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഓരോ കർമ്മങ്ങളും ഒന്നുകിൽ നമ്മുടെ ഈ പ്രവൃത്തികളാകുന്ന കർമ്മത്തെ ആശ്രയിച്ചിട്ട് വരും, അല്ലെങ്കിൽ അത് കാലത്തെ ആശ്രയിച്ചിട്ട് വരും. കാലത്തെ ആശ്രയിച്ച് ചെയ്ത കർമ്മങ്ങൾ അനേകമുണ്ട്. അല്ലെങ്കിൽ ദേശത്തെ ആശ്രയിക്കുന്ന കർമ്മങ്ങൾ. ഈ 3 തരത്തിലാണ് മനസ്സ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശ, കാല, ക്രിയയെ ആശ്രയിക്കുന്നത്. ഈ ജന്മത്തിൽ കാണാത്തതും കേൾക്കാത്തതുമായ എത്രയോ കാര്യങ്ങൾ ദേശങ്ങളെയും കാലങ്ങളെയും ക്രിയകളെയും എവിടെ കാണും? സ്വപ്നത്തിൽ കാണില്ലേ? ഈ ജന്മത്തിൽ കാണാത്തതും അനുഭവിക്കാത്തതുമായ എത്ര ദേശങ്ങൾ കാണാം? ഞാൻ ആ ദേശം കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഞാൻ എവിടെ കണ്ടു? സ്വപ്നത്തിൽ കണ്ടു. അമേരിക്ക പോയിട്ടില്ല ഞാൻ, പക്ഷേ ഞാൻ എന്ത് ചെയ്തു? സ്വപ്നത്തിൽ അമേരിക്ക മുഴുവൻ കണ്ടു. അല്ലേ? അങ്ങനെ അനുഭവിക്കാറില്ല ചിലപ്പം. ഇല്ലേ? പോളണ്ടിൽ പോയിട്ടില്ല, ഞാൻ പോളണ്ടിൽ എന്ത് ചെയ്തു? ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോഴാണ് ചോദിച്ചേ, ഇതെങ്ങനെ കാണാൻ പറ്റും? ഇല്ലാത്തതല്ലേ. പോവാത്തതും അനുഭവിക്കാത്ത കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അദൃഷ്ടം അശ്രുതം, ശ്രുതഞ്ച അശ്രുതഞ്ച ദൃഷ്ടഞ്ച അദൃശംച അനുഭൂതഞ്ച അനനുഭൂതഞ്ച. ഇത് രണ്ടും കാണാനുള്ള കഴിവ് ആർക്കുണ്ട്? സൂക്ഷ്മ ശരീരത്തിനുണ്ട്. അതാണ് വാസനകളായി.
അപ്പം നിങ്ങൾ എന്താണ് ഇപ്പോഴില്ലെങ്കിൽ ഒരുപക്ഷേ കഴിഞ്ഞ ഏതെങ്കിലും ജന്മാന്തരങ്ങളിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, അനുഭവിച്ചു, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നതായിരിക്കും. ഈ രണ്ടിലൊന്ന് എവിടെ വരും? സൂക്ഷ്മ ശരീരത്തിൽ വരും. അതാണ് സ്വപ്നത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഈ സൂക്ഷ്മ ശരീരം വൃഥാവിലല്ല, അസത്യമല്ല, ഉള്ളതാണ്. അദൃഷ്ടം അശ്രുതം ചാത്ര ക്വചിൻ മനസ്സിൽ ദൃശ്യത. ചിലപ്പോൾ മനസ്സിൽ എന്ത് ചെയ്യും? കാണപ്പെടും. തഥാ യഥാ തഥാ, എപ്രകാരമാണോ അങ്ങനെ, അനുമന്തവ്യം ദേശകാലക്രിയാശയം, അതിനെ ദേശം കാലം എന്ന ക്രിയ എന്നുള്ളത് കൊണ്ട് ഓരോ സുഖദുഃഖങ്ങളെയും എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. സ്വപ്നാദ്യ അവസ്ഥയിൽ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? അനുഭവിക്കും. ദേശം ശ്രുതം അശ്രുതമാണ്, അതുപോലെ കാലം എന്താ ശ്രുതം അശ്രുതമാണ്, എന്താ കർമ്മം ശ്രുതം അശ്രുതമാണ്, അനുഭവമാണ് അനനുഭൂതമാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? സ്വപ്നത്തിൽ അനുഭവിക്കാൻ പറ്റും. അതുപോലെ എന്താണ്, ഇതുപോലെയാണ് ഇപ്പോൾ ഈ ജന്മത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അടുത്തതിന് കാരണമാകുന്നത്. ഇപ്പോഴീ ജന്മത്തിലുണ്ടാകുന്ന ദേശകാല കർമ്മക്രിയകളാണ് ഇനിയും വരാൻ പോകുന്ന ജന്മാന്തരങ്ങൾക്ക് കാരണമാകുന്നതിന് എന്ത് ചെയ്യണം? ഉറപ്പിക്കാൻ പറ്റണം. അങ്ങനെ എന്താണ് ഉറപ്പിച്ചുകൊണ്ടാൽ നിദ്രാദോഷമാണ് സ്വപ്നാദികൾക്ക് കാരണമെങ്കിൽ അല്ലേ, എന്തുകൊണ്ട് സ്വപ്നം കാണുന്നു? ഉറങ്ങാൻ പോകുന്നുണ്ടാകും. അപ്പം ഈ സ്വപ്നത്തിന് കാരണം നിദ്രയാണ്. നിദ്ര ഒരു ദോഷമാണെങ്കിൽ, നിദ്രാദോഷം അങ്ങനെ ആർക്കും നന്നല്ല അല്ലേ, നല്ല ഉറക്കം കിട്ടിയാൽ സുഖമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിലോ ഇതൊരു ശല്യമായി തീർന്നു വിചാരിക്കും അല്ലേ. അപ്പം എന്താണ്, നിദ്ര ഒരു ദോഷമായി തീരുന്നുവെങ്കിൽ, അതിൻ്റെ കാരണമെങ്കിൽ ആ ദോഷം എല്ലാവർക്കും സമാനമായിരിക്കെ ഫലത്തിൽ ഭേദം കാണാനുള്ള അവകാശം അതേപോലെ തുല്യമാണ്. നിദ്ര എല്ലാവർക്കും ഉണ്ടാകുന്നു എങ്കിൽ നിദ്രയിലെ അനുഭവത്തിൽ ഒന്നാണ് സ്വപ്നം എങ്കിൽ ഇതും നിദ്ര പോലെ സാക്ഷാത്താണ്. ഉറങ്ങുന്നത് പോലെ തന്നെയാണ് എന്ത് കാണുന്നതും? സ്വപ്നം കാണുന്നതും. സ്വപ്നത്തിൽ ഞാനുണ്ടാകും, പക്ഷേ സുഷുപ്തിയിൽ ഞാനുണ്ടാകും, ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. എന്താ, സുഷുപ്തി ഞാനുണ്ട്, ഞാൻ സുഖമായി ഉറങ്ങുന്നു, സാക്ഷിയായിട്ട് നിന്നുകൊണ്ട് ഉറങ്ങുകയാണ്. സകല ഇന്ദ്രിയങ്ങളും മനസ്സുൾപ്പെടെ എന്തിലേക്ക് ലയിക്കും? എന്നിലേക്ക്. അപ്പം ഞാൻ ആരാണ്? സൂക്ഷ്മ ശരീരമല്ല, കാരണശരീരം. സുഷുപ്തിയിൽ ഞാൻ ആരാകുകയാണ്? ലീനമായ അർത്ഥത്തെ ഗമിപ്പിക്കുന്ന ലിംഗമാവുകയാണ്. അപ്പം ഈ എന്താണ്, സുഷുപ്തിയിൽ കണ്ടല്ല, സ്വപ്നത്തിൽ കണ്ടതും ജാഗ്രത കണ്ടതും എവിടേക്ക് ലയിക്കും? സുഷുപ്തിയിലേക്ക്. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണം എന്ന് 3 ശരീരം ജാഗ്രത് സ്വപ്ന സുഷുപ്തി പോലെയാണ്. വ്യക്തമായില്ലേ? എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രതത്തിൽ സ്ഥൂലമാണ്, സ്വപ്നത്തിൽ സൂക്ഷ്മമാണ്, സുഷുപ്തിയിൽ എന്താണ്? ലിംഗമാണ്, കാരണമാണ്. ഈ കാരണശരീരം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സൂക്ഷ്മ ശരീരം നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഉള്ളതായിട്ട് ഉറപ്പിച്ചു. അങ്ങനെയെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള കാരണശരീരം അതില്ലെന്ന് പറയാൻ പറ്റുമോ? അതും എന്തുണ്ട്? കാരണം ഉറങ്ങുന്ന അത്രയും സമയവും ഈ അനുഭവങ്ങളെയൊക്കെ ഉള്ളിലേക്ക് ലയിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഉറങ്ങുന്നത്. അതെങ്ങനെ അറിയാം? ഉണരുമ്പോൾ ഇതെല്ലാം തിരിച്ചു വരും. ഉണരുമ്പോൾ ഈ അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്യും? തിരിച്ചപ്പം ചാടി പുറപ്പെടുകയല്ലേ. ഈ ദേഷ്യവും കോപവും സങ്കടവും മറ്റുള്ളവരുടെ വിരോധവും ഒക്കെ എന്ത് ചെയ്യാണ്? ഇതൊന്നും ഉറങ്ങുന്ന സമയത്ത് ഇല്ല. എന്ത് ശാന്തൻ, എന്ത് പാവം, നല്ല മനുഷ്യൻ, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, ഒരു കുഴപ്പമില്ല. ഉണർന്നാലോ ഇതെല്ലാം ചാടി വരികയില്ലേ പഴയതുപോലെ. അപ്പോൾ ഇതെല്ലാം ഉള്ളിലേക്ക് ലയിച്ച് കിടക്കുകയാണ്. അപ്പം സമസ്ത ഭാവങ്ങളെയും ചിന്തകളെയും ഭാവനകളെയും അവസ്ഥകളെയും ഒന്നിലേക്ക് നമുക്ക് ലയിപ്പിക്കാൻ പറ്റും. അതുള്ളതാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? സുഷുപ്തി ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. സുഷുപ്തി ഞാൻ ഉണ്ടോ എന്ന് നമുക്കറിയത്തുമില്ല. ഉറങ്ങുന്ന അത്രയും സമയം ഞാൻ സുഖമായി ഉറങ്ങി, ഉണർന്ന് കഴിയുമ്പോൾ അറിയത്തുള്ളൂ ഞാൻ ഇന്നലെ 5-6 മണിക്കൂർ ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി. ശരിയാണ്, ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി. അപ്പം ഞാനില്ലേ? ഉള്ളത് കൊണ്ടല്ലേ ഉണർന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ഉറങ്ങി സുഖമായി എന്ന് നമ്മൾ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഞാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ സുഷുപ്തിയിൽ ആരുണ്ട്? ഞാനുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയുള്ളത്? ലിംഗശരീരം. 3 ഋഷി സ്ഥാപിക്കുകയാണ്. ഇവിടെയല്ലേ സംശയം വന്ന്? ഉണ്ടോ ഇല്ലയോ? ഈ സ്ഥൂലം മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ആരുടെ സംശയം? രാജാവിന് സംശയം. സ്ഥൂലത്തെക്കാൾ എത്ര ബലമാണ് സൂക്ഷ്മവും
കാരണവും. സ്ഥൂലം എന്ത് ചെയ്യുന്നതാണ്? നശിച്ചു പോകുന്നതാണ്. കത്തിച്ച് കളഞ്ഞാൽ പോകും, അതോടെ കഴിഞ്ഞു. പക്ഷേ മറ്റേ അങ്ങനെ പോവില്ല. അപ്പോൾ വാസ്തവത്തിൽ സ്ഥൂല ശരീരത്തേക്കാൾ എത്രയോ ബലവത്താണ് ആര്? സൂക്ഷ്മവും കാരണവും. അതെത്ര ജന്മജന്മാന്തരങ്ങൾക്ക് കാരണമാകുന്ന ഇതില്ലെന്ന് പറയാൻ പറ്റുമോ എന്നാലും. ഇതായിരുന്നു രാജാവിൻ്റെ സംശയം. ഇത് കത്തിച്ച് കളഞ്ഞാൽ ഇത് തീരില്ലേ? പിന്നെ എന്തിരിക്കുന്നു? പിന്നെ ഒന്നുമില്ലല്ലോ. പിന്നെ നിങ്ങളിങ്ങനെ ഈ സൂക്ഷ്മം കാരണം എന്നൊക്കെ വിളിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനാണ് വിദഗ്ധമായൊരു ക്ലാസ്സിൽ കൂടി ഋഷി ഇങ്ങോട്ട് കടന്നു വന്നത് അല്ലേ? എന്താ കിട്ടുന്നില്ലേ വിഷയം? അപ്പം ഇപ്പോൾ സുഷുപ്തി വരെ എത്തിയപ്പോൾ ലിംഗശരീരം വരെ സ്പഷ്ടമായി. അപ്പം നമ്മൾ മരിച്ചാൽ ആദ്യം ചെയ്യുന്നത് സൂക്ഷ്മ ശരീരത്തെ എന്തു ചെയ്യും? ദഹിപ്പിക്കും. ദഹിപ്പിച്ചാൽ പിന്നെ എന്തുണ്ടാകും? സൂക്ഷ്മ ശരീരം ഉണ്ടാകും അല്ലേ? ഇത് കത്തിച്ച് കളഞ്ഞാൽ അവശേഷിക്കുന്ന സൂക്ഷ്മ ശരീരത്തെ നന്നാക്കി എടുക്കണം. അതിനെന്ത് ചെയ്യണം? നന്നാക്കി എടുക്കണം. അതിപ്പോൾ എത്ര ദുർവിചാരങ്ങൾ കൊണ്ട് കലുഷിതമാണ് നമുക്കറിയില്ലല്ലോ. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നമുക്കറിയാൻ പറ്റുമോ? ഒന്നുമില്ല. ഒരു സ്കാനിങ് മെഷീൻ കൊണ്ടൊന്നും റീഡ് ചെയ്യാൻ നമുക്കൊരു വ്യവസ്ഥയില്ല. ഒരുപക്ഷെ ഭാവിയിൽ ഋഷി കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ചിന്താവിചാരങ്ങളൊക്കെ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഭാവിയിലുണ്ടാവാം. അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഇതൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയാണ് അലിഞ്ഞു ചേർന്നിട്ടുള്ളത് എന്ന് അതിൻ്റെ കമ്പോണൻ്റ് മാറ്റിയെടുത്ത് പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ആധുനിക ശാസ്ത്രത്തിന് പറ്റും. അതായിട്ടുണ്ട്. ഋഷി അതിന് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഋഷി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് ചിന്തയും വ്യാപാരവും വിചാരങ്ങളും ഒക്കെ. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഉള്ളിൽ കിടന്നുള്ള വികാര വിചാരങ്ങൾ എന്താണ്? ഋഷികവി ആവിഷ്കരിക്കുന്നില്ലേ? രാമായണം വായിക്കുന്ന നിങ്ങൾക്ക് സമ്പാദിയുമായിട്ടുള്ള സംഭാഷണത്തിൽ നിശാകരൻ എന്നൊരു താപസൻ, ആ നിശാകര താപസൻ സമ്പാദിയോട് എങ്ങനെയാണ് ഒരു ജന്മമുണ്ടാകുന്നതെന്ന് വിസ്തരിച്ച് പറയുമ്പോൾ അതിൽ എന്താണ്? ഏകദിനേന കലർന്ന് കലരമായി ഏകീഭവിച്ചാലതും പിന്നെ പഞ്ചദിനം കൊണ്ട് ബുദ്ബുദാകാരമാവർക്ക് രാമായണത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അതായത് പുംസ്ത്രീ ബീജങ്ങൾ ഒന്നിച്ചു കൂടി ചേർന്നാൽ ഏകദിനേന കലലമായി ഏകീഭവിച്ചാൽ, കലലം എന്ന് വെച്ചാൽ ഈ നമ്മൾ അരിമാവ് കുഴച്ച് അടയുണ്ടാക്കാൻ എടുക്കാറില്ലേ? അപ്പോൾ അത് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ ഒരട എങ്ങനെ ഇരിക്കും? ഇതിൻ്റെ പേരാണ് കലലം എന്ന്. ഇപ്പോൾ പുംസ്ത്രീ ബീജങ്ങൾ ഒന്നിച്ചു കൂടിയാൽ ആദ്യം കാണുന്ന അവസ്ഥ ഇങ്ങനെ കലലമാണ്. അത് ഏകീഭവിക്കും. വെച്ചാൽ പഞ്ചദിനം കൊണ്ട് ബുദ്ബുദ, 5 ദിവസം കൊണ്ട് ആ ഒരു ചെറിയ പലകപുള്ള കഷ്ണം ഒരു കുമളയാകും. ബുദ്ബുദാകാരമാണ്. അങ്ങനെ കുമളയായി കഴിഞ്ഞാൽ പിന്നെ ആ കുമളയ്ക്കകത്ത് കുറേശ്ശെ രക്തം, രക്തക്കുഴൽ, മജ്ജ, മാംസം ഇതൊക്കെ വിളിച്ച് ആ കുമള കട്ടിയാവും. ആ കുമള കട്ടിയാകും. നമുക്ക് ഒരു സ്കാനിങ് മെഷീനിൽ ഇതുവല്ലം കാണാൻ പറ്റുമോ? സ്കാനിങ് മെഷീൻ ഉണ്ടാകുന്നതിന് എത്ര കാലം മുമ്പാണ് വാൽമീകി മഹർഷി ഇത് പറഞ്ഞത് അല്ലേ? എന്ന് മാത്രമല്ല, അന്ന് മുതൽ ഓരോ ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, 25 ദിവസം കൊണ്ട്, 30 ദിവസം കൊണ്ട് ഓരോരോ, എന്നിട്ട് എന്താണ്, ഈ മാംസഖണ്ഡത്തിൻ്റെ ചില ഭാഗങ്ങൾ അല്പം മുകളിലേക്ക് കിളിച്ചു വന്ന് അവയവങ്ങളിൽ അങ്കുരമുണ്ടാകും. കയ്യ്, കാല് മുതലായ അവയവങ്ങൾ അത് പതുക്കെ വളർന്ന് കുറേശ്ശെ വളർന്ന് ഒരു ശിശുരൂപത്തിലേക്കായി 5-ാം മാസം കൊണ്ട് രൂപം പൂർണ്ണമായി കഴിഞ്ഞാൽ അമ്മയുടെ ജീവനിൽ നിന്നും ഇതിലേക്ക് ചൈതന്യം പ്രവഹിക്കും. അങ്ങനെ 5-ാമത്തെ മാസത്തിൽ ഈ ശിശു ചൈതന്യമുള്ളവനാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കില്ല എന്നാണ് കണക്ക്. അതിനു മുമ്പേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്? ഈ ഗർഭസ്ഥ ശിശു നശിച്ചു പോകുന്നത് 5 മാസം വരെയാണ്. 5-ാം മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? പിന്നെ മറ്റെന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലോ രോഗം ഉണ്ടെങ്കിലോ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത്? ഗർഭം അലസിപ്പോകുന്നത് ഈ 4 മാസം. 5-ാം മാസം മുതൽ ചൈതന്യവാനാകും. അങ്ങനെ ചൈതന്യം സംക്രമിച്ചു കഴിഞ്ഞാൽ ഈ ശിശു ചിന്തിക്കുന്നുണ്ടാകുന്നു. കാരണം എന്താണ്? വളർച്ച പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഈ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ്. സ്ഥലമില്ല, എങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. എന്താണ്? അടച്ച് ഭദ്രമാക്കി ഒരു പെട്ടിക്കകത്ത് വെച്ചേക്കുന്നിരിക്കുക. അനങ്ങാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ശിശു അതിനകത്തൊന്നും ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ ഈശ്വര, ഇതിനകത്ത് എനിക്കൊന്നും പുറത്ത് കിടന്നാൽ മതിയായിരുന്നു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ഇതിനകത്തുനിന്ന് പുറത്ത് കിടന്നാൽ പിന്നെ ഞാൻ സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ, ഒരു ദുഷ്കർമ്മങ്ങളും ചെയ്യില്ല, ആരെയും വേദനിപ്പിക്കില്ല, ഭഗവത് നാമങ്ങൾ മാത്രമേ ഉച്ചരിക്കത്തുള്ളൂ, മറ്റാരെയും ഞാൻ വിഷമിപ്പിക്കത്തില്ല എന്നിങ്ങനെ കുറേ ചിന്തിക്കുന്നുണ്ടാകും. ഒത്തിരി ചിന്തകൾ മനസ്സിലുണ്ട്. എന്തിനു വേണ്ടിയാണ്? രക്ഷപ്പെടാൻ. ഇതിൻ്റെ അകത്ത് എനിക്കൊന്ന് പുറത്ത് കിടന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അനങ്ങാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല, ഒന്നും പറ്റില്ല.
എന്നിട്ട് എന്താണ് 8ാമത്തെ മാസം മുതൽ ഇങ്ങനെ ഭ്രമണം ആരംഭിക്കും. കറങ്ങിത്തിരിഞ്ഞ് എന്താ പ്രസവ സമയമാകുമ്പോൾ എന്താണ് മുകളിലേക്ക് ഇരുന്ന കുട്ടിയുടെ ശിരസ് താഴേക്ക് വരും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വിചാരം മുഴുവൻ നഷ്ടപ്പെടും, തലതിരിഞ്ഞു പോയിന്ന്. നേരെ നിൽക്കുമ്പോഴായിരുന്നു ഈ വിചാരം മുഴുവൻ ഉണ്ടായിരുന്നത്. അത് മുഴുവൻ കീഴോട്ടായി എന്ത് ചെയ്തു, ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ ഗർഭത്തിൽ കിടന്ന് ചിന്തിച്ച് ഒന്നും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയില്ല. നമ്മൾ പറയുന്നത് തലതിരിഞ്ഞു പോയി അതെ. കാരണം പ്രസവ സമയത്ത് എന്താ അവിടെ തല നേരെ കീഴ്പോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഈ വിചാരങ്ങൾ ഇതാണ് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെന്ന് സ്കാനിങ് മെഷീൻ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഋഷിമാർ ഓരോ വിചാരവും കണ്ട്. ഒരു പക്ഷേ ഈ ഭാവിയിൽ ഒരു ഓഡിയോ വീഡിയോ സ്കാനിങ് മെഷീൻ ഉണ്ടായാൽ ഈ കുട്ടിയുടെ വിചാരവും കൂടി നമുക്ക് ഇതിൻ്റെ അത് വായിക്കാം. 5ാം മാസം മുതൽ ഈ കുട്ടി എന്തൊക്കെ ചിന്തിച്ചു എന്ന് എന്ത് ചെയ്യാം, എഴുതി വായിക്കാം. ഈ കുട്ടിയുടെ വിചാരങ്ങൾ സ്പന്ദനങ്ങളായിട്ട് അക്ഷരങ്ങളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരിക്കൽ പുറത്ത് വായിക്കാം. ഒരിക്കൽ ഉണ്ടായേക്കാം, എന്തായാലും ഉണ്ടാകും. നമ്മുടെ ഋഷിമാർ അന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സയൻസ് ഒന്നും വികസിക്കുന്നതിന് എത്രയോ കാലം മുമ്പാണ്. അപ്പം ഇതേപോലെ എന്താണ് ഈ ഇപ്പം കിടക്കുന്ന ചിന്തകളും വിചാരങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, ഒരു കാലഘട്ടത്തിൽ നേരെ തിരിഞ്ഞ് മാറി വരാം. പക്ഷേ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ജന്മത്തിൽ അടിയുറച്ച ശ്രദ്ധസ്വാതന്ത്രമാണ് വിശ്വാസത്തോടുകൂടി അങ്ങനെ ദേശകാല ക്രിയകളെ ആശ്രയിച്ചുള്ള സത്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങളെ നന്നാക്കിയെടുക്കാനുള്ള അവകാശമുണ്ട്. അത് നമുക്ക് അനുമിച്ചെടുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഭാവിയും ഇങ്ങനെയാണെന്ന് അനുമിച്ചെടുക്കാൻ അനുമാനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് തീർച്ചപ്പെടുത്താം. ഇനിയുള്ളത് ഈ എന്താണ് ലിംഗശരീരമാണ്, സ്ഥൂല ശരീരം, കാരണശരീരം. ഒരു 3-4 ശ്ലോകത്തിൽ കൂടിയാണ് അത് തീരുന്നത്. നമുക്കിന്നത് തീരും എന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് കൊണ്ട് കഴിവും തീർക്കാൻ ശ്രമിക്കാം. 79 ശ്ലോകമുണ്ട്. അതിൽ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. എങ്കിൽ ഇത്തിരി വിസ്തരിച്ച് ഞാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളെയൊന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ് അങ്ങനെ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് എടുക്കുന്ന ഒരു ശ്ലോകം തീർത്തിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ 10 മിനിറ്റ് എത്തുന്ന 1 മണിക്ക് നമുക്ക് ഉപസംഹരിക്കാൻ വേണ്ടി തീർക്കാം. ഇപ്പോൾ എൻ്റെ 1.5-1.5 മണിക്കൂറാകാൻ പോകുന്നുണ്ട് അല്ലേ? സുദീർഘമായ ഗഹനമായ വിഷയമാണെങ്കിലും മടുത്തോ? ഇല്ല, അത് ശരി. ഗഹനമായൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു പോകുന്നതെങ്കിലും കാരണം അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന വിഷയമല്ല. എങ്കിലും ഞാനതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഉദാഹരണങ്ങൾ കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. സർവേ ക്രമാനുരോധേന മനഫി ഇന്ദ്രിയഗോചരാഹ ആയാന്തി വർഗശോ യാന്തി സർവേ ഫമനഫോജനാഹ. എല്ലാവർക്കും ഈ മാതിരിയുള്ള വിചാരങ്ങൾ ഉണ്ടാവാം. ഇപ്പം നമ്മൾ വർണ്ണിച്ച വിധത്തിലുള്ള വിചാരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ എന്തുകൊണ്ടാണ് എല്ലാ ജനങ്ങളുടെയും മനസ്സ് ഇതേപോലെ ആവാത്തത്? അടുത്തൊരു ചോദ്യം അത്. എന്തുകൊണ്ടാണ് എല്ലാവരുടെയും മനസ്സിങ്ങനെ, ചിലരുടെ മനസ്സ് മാത്രമേ ഇങ്ങനെയുള്ളൂ, ചിലരുടെ ഇങ്ങനെ? അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഓരോ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഈ ശ്ലോകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നത്. അത് എന്താണ്, എന്തുകൊണ്ടാണ് എല്ലാ ജനങ്ങളും മനസ്സെന്നൊരു തത്വത്തോടു കൂടി എല്ലാവർക്കും എന്തുണ്ട്, മനസ്സുണ്ട്. മനസ്സില്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യരും ഇല്ല, എല്ലാവർക്കും മനസ്സുണ്ട്. അവരുടെ എല്ലാം പുണ്യകർമ്മങ്ങളിലും പാപകർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ശുഭവാസനകളും ദുർവാസനകളും അവരുടെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അടങ്ങിയിരിപ്പുണ്ട്. ഇത്രയും സത്യവുമാണ്. പക്ഷേ ആ ക്രമത്തെ അനുസരിച്ച് സുഖങ്ങളോ ദുഃഖങ്ങളോ അവരുടെ മനസ്സിൽ സ്ഫുരിച്ചു വരും, അല്ലെങ്കിൽ ഓർമ്മയിൽ വരും. അത് മറയുകയും ചെയ്യും. അതുണ്ടാകും, മറക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? പൂർവജന്മാർജിതമായ വാസന കൊണ്ട് ഉണ്ടാകുന്ന സത്കർമ്മങ്ങളുടെ നമ്മൾ തന്നെ പറയും, എന്താണ്, ഞാൻ എൻ്റെ ജന്മാന്തര ദുഷ്കൃതമാണ് ഈ അനുഭവം, ഈ ജന്മത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്താണ്, മറ്റേതോ ജന്മത്തിൽ ചെയ്ത ദുഷ്കൃതങ്ങളുടെ പരിണതഫലമാണ്. ഇത് വിസ്തരിച്ച് ഉപന്യസിക്കുന്ന ഒരു ആഖ്യാനം ഭാഗവതത്തിലുണ്ട്. നിങ്ങൾ ഏകാദശ സ്കന്ധം പഠിച്ചവരാണ്? ഇല്ല. അതിൻ്റെ അകത്ത് ഒരു ബ്രാഹ്മണൻ്റെ കഥ പറയും. ഒരു ഭിക്ഷു, അയാൾ ജന്മത്തിൽ ധാരാളം സമ്പാദിച്ചു വെച്ചു, ഇഷ്ടം പോലെ, സ്വത്ത് ഇഷ്ടം പോലെയാണ്. അയാൾ മാത്രമേ ഉള്ളൂ, ഭാര്യ മക്കളൊന്നുമില്ല, അയാൾ മാത്രമേ ഉള്ളൂ.
ഉണ്ടാക്കുന്ന എല്ലാം അയാൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് പിന്നെ എന്താണ് എവിടെയൊക്കെ ഇട്ടാൽ ഇരട്ടിയാകുമോ 4 ഇരട്ടിയാകുമോ അവിടെയൊക്കെ കൊണ്ടിട്ട് സൂക്ഷിച്ച് വെക്കും. എല്ലായിടത്തും എന്താണ് ധാരാളം സമ്പത്തുണ്ട്. ആര് വീട്ടിൽ വന്നാലും ഒരു യാചകന്മാർക്ക് 5 പൈസ പോലും കൊടുക്കില്ല, ഇല്ലെന്ന് പറഞ്ഞുവിടും. ഒന്നും കൊടുക്കില്ല. ഇയാൾക്ക് ധാരാളം സമ്പത്തുണ്ട് താൻ, പക്ഷേ ഈ സമ്പത്തൊന്നും ആർക്കും കൊടുക്കില്ല. പോട്ടെ, ഇയാൾ തന്നെ ഉപയോഗിക്കുമോ? അതുമില്ല. ഒരു നേരം ഒന്നാണ് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. അപ്പം താനും ഉപയോഗിക്കത്തില്ല, മറ്റൊരാൾക്ക് കൊടുക്കുകയില്ല. ഇങ്ങനെ എന്താണ് നമ്മൾ പറയും മുണ്ട് മുറുക്കിയെടുത്ത് അല്ലേ എന്ന പോലെ ഇയാൾ എന്ത് ചെയ്തു? ഉള്ളതെല്ലാം സമ്പാദിച്ച് കൂട്ടി ഒരു തോർത്ത് മാത്രമേ കൊടുക്കുള്ളൂ, വേറൊന്നും വസ്ത്രം പോലും മേടിക്കില്ല. എന്താ വിശദമായ ഭക്ഷണമൊന്നും ഉണ്ടാക്കത്തില്ല. പാല് വേണ്ട, കടുങ്കാപ്പി മതി, മധുരമില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ദിവസം കാപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ചുരുക്കി കാശ് സമ്പാദിച്ച് കൂട്ടി വെച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ നാട്ടുകാരും അവിടെ ചെല്ലില്ല. ആദ്യം എന്തെങ്കിലും പിരിവിനോ യാചകന്മാരോ ആരും ചെല്ലില്ല. കുറേ നാൾ കഴിഞ്ഞപ്പം എന്താണ് ഒരു വലിയ എന്താണ് കള്ളന്മാരുടെ ബാധ നാട്ടിൽ ബാധിച്ചു. ഇയാൾ നിക്ഷേപിക്കുന്ന ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ചു പോയി. അയാളുടെ പൈസ മുഴുവൻ പോയി. പിന്നെ അയാൾ ബാക്കി സൂക്ഷിച്ച് വെച്ചെന്നൊക്കെ അയാൾ വീട്ടിൽ തന്നെ, ഇനി ബാങ്കിൽ നിന്നില്ല, വീട്ടിൽ തന്നെ വലിയ ഫേഫും അലമാരിയൊക്കെ ഉണ്ടാക്കേണ്ടത് സുഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. ഈ അടുത്ത കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ വീടോട് ഒലിച്ചും കൂടി. ഒന്നുമില്ല. വയനാട്ടിൽ സംഭവിച്ചത് തറ മാത്രമുണ്ട് അവിടെ ഇരുന്നത്, ബാക്കി ഒന്നുമില്ല. അയാൾ ഉളുത്തിരിക്കുന്ന ഒരു തോർത്ത് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. എന്തു ചെയ്യും? ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. അയാൾ ആകപ്പാടെ വിഷമിച്ചു. എന്നിട്ട് അയാൾ ഒരു ദിവസമൊക്കെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ആ നാട്ടിലൊക്കെ ഇറങ്ങി നിന്നപ്പോൾ വിശപ്പും ദാഹവും സഹിക്കാൻ വരാം. ഒന്നുമില്ലല്ലോ കയ്യിൽ. അയലൊക്കത്തെ വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പണ്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൈ നീട്ടിയപ്പോൾ ഒരു നേരത്തേക്ക് തരാത്ത നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല എന്ന് എല്ലാ വീട്ടുകാരും ആരും ഒന്നും കൊടുത്തില്ല. ഇയാൾക്ക് മനസ്സിലായി തൻ്റെ ദുഷ്കൃതി കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. ആരും ഒന്നും തരാത്തത്. അയാൾ ആ നാട് വിട്ട് അടുത്ത ഗ്രാമത്തിൽ പോയി. അവിടെ ചെന്നാൽ ഇതൊന്നും അറിയത്തില്ലല്ലോ, ആരെങ്കിലും തരും. ആ വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം അത്ര മാത്രമേ വേണ്ടു, വേറൊന്നും വേണ്ട. ഇനി വിശപ്പും ദാഹവും സഹിക്കാൻ വേണ്ട ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി. അത് ചോദിച്ചപ്പോൾ ആ അമ്മ ഉണ്ടാക്കി വെച്ചുന്ന ഭക്ഷണത്തെ ഒരു അംശം എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ വിരുന്നുകാരി വന്നിട്ടുണ്ട്. അവർ ഈ ഗ്രാമത്തിൽ നിന്നാണ്. അവർ നോക്കിയിട്ട് അയ്യോ ഇയാൾക്ക് കൊടുക്കരുത്, ഇയാൾക്ക് കൊടുത്ത അതുപോലെ എന്താണ് സമസ്ത പാപവും നിങ്ങൾ അനുഭവിക്കത്തുള്ളൂ, ഇയാൾ അതുപോലെ ദുഷ്ടനാണ്, നിങ്ങൾ കൊടുക്കുന്ന നല്ലവർക്ക് കൊടുക്കണം, ഇയാൾക്ക് കൊടുക്കരുത് എന്ന് വിലക്കി കൊടുത്തില്ല. അപ്പോഴേക്കും മനസ്സിലായി അടുത്ത ഗ്രാമത്തിൽ പോയാലും ഇതെന്നെ കഥ. അയാൾ അവിടെ വിട്ട് വിദൂര ദേശത്ത് ഒരിടത്ത് പോയി. അവിടെ ചെന്ന് ഇതുപോലെ ഭിക്ഷയച്ചു. ഒരമ്മ ഒന്നുമില്ലായിരുന്നു, അവർക്ക് മാത്രം ഉണ്ടാക്കി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. അവരെന്തേലും കൊണ്ടോട്ടെ, ഇയാളെ കണ്ടാൽ അത്ര പ്രാകൃതനാണ്. അയാൾ ഭക്ഷണം കൊടുത്തു. സന്തോഷത്തോടെ ഭക്ഷണപ്പൊതി വാങ്ങിച്ച് അയാൾ ഒരു കുളക്കരയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഇറങ്ങി കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് കഴിക്കാൻ വിചാരിച്ച് ഇറങ്ങി തിരിച്ചു കയറി വന്നപ്പം ആ പൊതിക്കകത്ത് കുട്ടികൾ മൂത്രമൊഴിച്ച് കല്ലും മണ്ണും വാരിയിട്ട് തുപ്പി നാശമാക്കി വെച്ചു. എന്താ പിള്ളേരെ കൈകൊട്ടി ചിരിച്ചുകൊണ്ടോടി പോയി. അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് ഈ അനുഭവിച്ചതൊക്കെ എൻ്റെ കർമ്മം കൊണ്ടാണ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അല്ല, കർമ്മം കൊണ്ടല്ല, ദേശം കൊണ്ടല്ല, കാലം കൊണ്ടല്ല, ഗ്രഹപ്പിഴ കൊണ്ടല്ല. നമ്മൾ ചിലപ്പോൾ ആരെ വഴക്ക് പറയും, ഈ ശനി ഒറ്റ ഒരുത്തനാണ് എനിക്ക് ഈ അപകടമൊക്കെ ഉണ്ടാക്കി വെച്ചതെന്ന്. ഈ ശനി എത്രയോ കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഈ ഭൂമിയിൽ നിന്നും. അതിനിവിടെ ഇറങ്ങി വന്നത് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വരുന്ന ആളാണെന്നാണ്. കാലകർമ്മഗ്രഹോ നവ, കാലവുമല്ല കർമ്മവുമല്ല ഗ്രഹവുമല്ല, പിന്നെന്താണ്? എൻ്റെ മനസ്സാണ് ഇതിന് കാരണം. ഈ മനസ്സിനെക്കുറിച്ച് ചിന്തിച്ച് പറയുന്നൊരു അധ്യായമാണ് അവിടെയും. എൻ്റെ മനസ്സാണ് ഞാൻ ഇത്രയുമൊക്കെ അനുഭവിക്കാൻ കാരണമായി തീർന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാൾ സന്യസ്തചിത്തനായി ഈശ്വരനിലേക്ക് പോയൊരു കഥ ഏകാദശത്തിൽ പറയും. ഭിക്ഷുഗീത എന്നാണ് എൻ്റെ പേര്. നിങ്ങളതൊന്ന് എടുത്ത് വായിച്ചെടുക്കുള്ളൂ. അവിടെയും മനസ്സാണ് പ്രധാനപ്പെട്ട കാരണം, കാലവുമല്ല കർമ്മവുമല്ല. അതുകൊണ്ടാണ് സർവേ ക്രമാനിരോധേന മനഫി ഇന്ദ്രിയഗോചരാഹ ആയാന്തി വർഗോയാന്തി സർവേഫമനുഭൂജനാഹ. എല്ലാവരുടെയും മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല വിചാരങ്ങളൊക്കെ ഇത്തിരി ഉണ്ടാകും, ഇത്തിരി
ഇതെന്തുകൊണ്ടാണ്? എനിക്കൊരു 10 മിനിറ്റൊക്കെ നല്ല വിചാരം, ഇപ്പോൾ ഇരുന്ന ഈ 1.5 മണിക്കൂർ നല്ല വിചാരവും നല്ല മനസ്സോടെ ഇരുന്നു. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതെല്ലാം പോകും. എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഈ മനസ്സിൻ്റെ വികൃതികളല്ലേ അല്ലേ? ഇവിടെ ഇരുന്നപ്പോൾ ഈ അനുഭവിച്ച് ഇതേ മനസ്സാണ് പുറത്തിറങ്ങുമ്പം വേറെ നിലയ്ക്ക് വരുന്നത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് നമുക്ക് ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ് അല്ലേ? എന്തുകൊണ്ട് എൻ്റെ മനസ്സിനെ ഇങ്ങനെ സംഭവിക്കുന്നു? അത് എന്താ? ശുഭകർമ്മങ്ങളുടെ സ്ഫുരണം നമുക്ക് സുഖരൂപത്തിലും അശുഭകർമ്മങ്ങൾ എന്താണ് ദുഃഖരൂപത്തിലും വരും. ഇത് സർവ്വസാധാരണമാണ്, എല്ലാ മനുഷ്യരും ഉള്ളതാണ്. എല്ലാ മനുഷ്യനും മനസ്സുണ്ട്. ആ മനസ്സിൽ ഇത് രണ്ടും എന്തു ചെയ്യും? അനുഭവിച്ചുകൊണ്ടിരിക്കും. പുണ്യവുമുണ്ട്, പാപമുണ്ട്, ശുഭമുണ്ട്, അശുഭവുമുണ്ട്, സത്ചിന്തകളുണ്ട്, ദുഷ്ചിന്തകളുണ്ട്. ഇത് രണ്ടും ഓരോരുത്തർ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാകുന്നതാണ് മനസ്സിൻ്റെ സ്വഭാവമെങ്കിൽ ഇത് രണ്ടും ഞാൻ അനുഭവിക്കണമെന്നാണ് പറയുക. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യണം? ദുർവിചാരങ്ങളെ മാറ്റിയിട്ട് സദ്വിചാരം കൊണ്ട് മനസ്സ് നിറയ്ക്കാനാണ് ഭാഗവതം വായിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യും? മറ്റത് മാറിയിട്ട് മനസ്സിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നന്മ മാത്രം. അത് ഈശ്വരനെ കാണാൻ കാരണമായിത്തീരും. അങ്ങനെ ആയാൽ വരുന്ന ജന്മപരമ്പരകൾ ശാന്തമായിരിക്കും. സൂക്ഷ്മ ശരീരത്തിൽ വേണ്ടാത്ത ഒന്നും അലിഞ്ഞടിഞ്ഞ് കിടക്കില്ല, വാസന രൂപത്തിൽ കിടക്കില്ല. അതുകൊണ്ടുണ്ടാകുന്ന കാരണശരീരം ഇനിയും ജന്മമുണ്ടെങ്കിൽ ആ ജന്മം ശങ്കരാചാര്യസ്വാമിയെ പോലുള്ള അതിമഹത്തായ ജന്മമായി പരിണമിക്കാൻ കാരണമായി തീരും. ഇതാണ് ഈ മനസ്സിൻ്റെ പ്രകൃതി എന്ന് മനസ്സിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞ് നമുക്ക് ആ ശ്ലോകത്തിൽ അവിടെ ഉപസംഹരിക്കാം. സമയം അതിക്രമിച്ച് രമേശ പറഞ്ഞ് 12:30 നിർത്തി. ഒരു 15 മിനിറ്റ് സംശയമാണ്, 1:45. ഇനി നിങ്ങൾക്കൊരു 15 മിനിറ്റ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഇന്നിവിടെ ഉപസംഹരിച്ചിട്ട് ബാക്കി നമുക്ക് അടുത്ത മാസത്തിൽ ഒരു ക്ലാസ് കൂടെ കൊണ്ട് ഈ വിഷയം ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു.